Hello, welcome back. This is the Agile Design Principles. നമ്മളിത് നേരത്തെ ഒന്ന് രണ്ടെണ്ണം നമ്മൾ കണ്ടതാണ്. എന്നാൽ ഒന്നുകൂടെ ആദ്യം മുതൽ പറയുകയാണ്. What is Agile Design? It is an abstract concept of the project. എന്താണ് ഈ abstract concept എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഈ abstract concept എന്ന് പറഞ്ഞാൽ? The concept means it is something which is required for your project. That is how the total system will be looking like, how it can be developed എന്നൊക്കെയുള്ള ഒരു ടോട്ടൽ റെപ്രസെൻറ്റേഷൻ ആണ് നിങ്ങളുടെ ഡിസൈൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് ഇറ്റ് ഈസ് ദ ട്രാൻസ്ലേഷൻ ഓഫ് യുവർ റിക്വയർമെൻറ്റ്സ് ഇൻ ടു എ ഫോം വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു എ പ്രോഗ്രാം. അപ്പോൾ ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്, ഇറ്റ് ഗിവ്സ് യു ദി ഓവറോൾ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ പ്രോഗ്രാം. നിങ്ങളുടെ സ്ട്രക്ചറും ഷേപ്പും, നിങ്ങളുടെ മോഡൽ ഡിസൈൻ എന്താണ്, എങ്ങനെയാണ് അത് ഇരിക്കുന്നത്, ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക് എന്നിങ്ങനെയൊക്കെയുള്ള ആ ഒരു ടോട്ടൽ ഷേപ്പ് നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്ട്രക്ചർ നിങ്ങൾക്ക് കിട്ടാൻ ഈ ഡിസൈൻ സഹായിക്കും. Then the detailed shape and structure of each module, classes, methods, etc. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഏത് വഴി കാണാൻ പറ്റും? ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഡിസൈനിൽ കാണാൻ പറ്റും. Then it can be represented by different medium. പല തരത്തിലുള്ള മീഡിയംസ് ഉപയോഗിച്ച് നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പഠിച്ചതെന്നല്ലോ, അതായത് യൂസ് കേസസ്, ഓർമ്മയില്ലേ? യൂസ് കേസസ്, പിന്നെന്താണ്, യൂസ് കേസസ് പഠിച്ചു. യൂസർ സ്റ്റോറീസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെന്താണ്, പിന്നെ വി ഹാവ് ഗോൺ ത്രൂ അനദർ തിങ്സ്. ഏതൊക്കെയാണ് പിന്നുണ്ടായിരുന്നത് നമ്മൾ റിക്വയർമെൻറ്റ് റെപ്രസെൻറ്റേഷൻസിൽ പഠിച്ചത്? പ്രധാനമായിട്ടും ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടി വരും. ദെൻ ഫൈനൽ എൻഡോവ്മെൻറ്റ് ഈസ് ദി സോഴ്സ് കോഡ്. അപ്പോൾ ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ദി ഡിസൈൻ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു എ സോഴ്സ് കോഡ്. ഡിസൈൻ ഒരു സോഴ്സ് കോഡായി കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ കൺവേർട്ടിംഗ് യുവർ റിക്വയർമെൻറ്റ്സ് സ്പെസിഫിക്കേഷൻസ് ഇൻ ടു എ സോഴ്സ് കോഡ് ഈസ് കോൾഡ് ദി, അല്ലെങ്കിൽ സോഴ്സ് കോഡിൻ്റെ തൊട്ട് മുന്നേ വരെയുള്ള റെപ്രസെൻറ്റേഷൻസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ ഒരു സോഴ്സ് കോഡായിരിക്കും. കാരണം വളരെ പെട്ടെന്ന് നമുക്ക് ആ സോഴ്സ് കോഡിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ വേറൊരു കാര്യമുണ്ട്, വി വിൽ ഗെറ്റ് എൻ എൻഡ് റിസൾട്ട് കോൾഡ് ഡിസൈൻ ഡോക്യുമെൻറ്റ്. ഡീറ്റെയിൽഡ് ഡിസൈൻ ഡോക്യുമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമുക്ക് ഇതിൻ്റെ എൻഡ് റിസൾട്ടായിട്ട് കിട്ടാറുണ്ട്. സോ മേജർ എജൈൽ ഡിസൈൻ പ്രിൻസിപ്പിൾസ് നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. 12 ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒന്ന് എന്താണ്, സാറ്റിസ്ഫൈ ദ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തേത് ഇറ്റ് ഈസ് ബിൽറ്റ് ഫോർ ചേഞ്ച്. നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇതുണ്ടാക്കുന്നത്. ദെൻ ഫ്രീക്വൻറ്റ് ഡെലിവറി, ദാറ്റ് ഈസ് കോൾഡ് ദി എജൈൽ ഡെവലപ്മെൻറ്റ്. ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റിനെ ഡിഫൈൻ ചെയ്തിട്ട് ആ ഓരോരോ പാർട്ടുകൾ ഓരോ ഇൻക്രിമെൻ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇറ്ററേറ്റീവ് ഡെവലപ്മെൻറ്റ്, ഐറ്ററേറ്റീവ് ആൻഡ് ഇൻക്രിമെൻ്റൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ഫ്രീക്വൻറ്റ് ഡെലിവറി. ദെൻ ടീം വർക്ക് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, വർക്ക് ടുഗദർ. ദെൻ ബിൽഡ് ദ പ്രോജക്റ്റ്. നമ്മൾ വെറുതെ പ്രോജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യല്ല, വി ആർ ബിൽഡിംഗ് ദി ടോട്ടൽ പ്രോജക്റ്റ്. ദെൻ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. നമ്മളുടെ ആദ്യത്തെ ആദ്യത്തെ നമ്മളുടെ 4 സംഗതികൾ പറഞ്ഞിരുന്നു. വാല്യൂസ്, ആ വാല്യൂസിലുള്ളതാണ് ഫേസ് ടു ഫേസ് communication. That is called, we call it as an osmotic communication. That is, everybody has to communicate in the process. Then measure of progress, different measures for the progress of your project. Then sustainable development, that is which should exist. സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുറേ കാലത്തേക്ക് നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റണം. ദെൻ കണ്ടിന്യൂസ് അറ്റൻഷൻ, എപ്പോഴും ഒരു അറ്റൻഷൻ നമ്മളുടെ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകണം. ദെൻ കീപ്പ് ഇറ്റ് സിമ്പിൾ, എല്ലാം വളരെ സിമ്പിളായിട്ടായിരിക്കണം. ഡിസൈൻ ചെയ്യുന്നത് മുതലുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടായിരിക്കണം. ദെൻ യു ഷുഡ് ഹാവ് ആൻ ഓർഗനൈസ്ഡ് ടീം. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്ക്രം എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഇറ്റ് ക്യാൻ ഹാവ് 6 to 9 members
എന്ന് നമ്മൾ പറഞ്ഞില്ലേ, 69 മെമ്പേഴ്സിൽ പ്രത്യേകിച്ച് റോളുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഒന്ന് മാസ്റ്റർ, ദെൻ ഡെവലപ്പേഴ്സ്, അല്ലേ? അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ദെൻ പ്രോഡക്റ്റ് ഓണർ എന്നിങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടീമുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലാരും ഒരു പ്രോഗ്രാമർ എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ഇതിൽ സത്യത്തിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മളിതിൽ എൻ്റർടൈൻ ചെയ്യുന്നില്ല. ദെൻ റിഫ്ലക്റ്റ് ഫോർ എഫക്റ്റീവ്നെസ്. ഫൈനലി നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ഇഫക്റ്റീവ്നെസ് ആണ് നമുക്ക് വേണ്ടത്. ഡെവലപ്പിംഗ് ആൻ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് സോഫ്റ്റ്വെയർ. സോ ദീസ് ആർ ദി 12 ബേസിക് എജൈൽ പ്രിൻസിപ്പിൾസ് നമ്മൾ ആൾറെഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ ദി മേജർ സിംറ്റംസ് ഫോർ പ്യുവർ ഡിസൈൻ. ഒരു ഡിസൈൻ വളരെ പുവർ ആവുന്നതിനുള്ള മേജർ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് റിജിഡിറ്റി. ദാറ്റ് ഈസ്, റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഈസ് ഹാർഡ് ടു ചേഞ്ച്. ഇതിന് നമ്മൾ നേരത്തെ ഒരു വേർഡ് പറയും, ദാറ്റ് ഈസ് കോൾഡ് ചേഞ്ചബിലിറ്റി എന്നൊരു പേര് നമ്മൾ പറയാറുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. ചേഞ്ചബിലിറ്റി എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാറുണ്ടായിരുന്നു, ദറ്റ് ഈസ് കോൾഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ഫാർ യു ക്യാൻ ചേഞ്ച് യുവർ പ്രോഡക്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിനെ എത്രത്തോളം ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഹൗ ഫാർ ദ ചേഞ്ച് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ്. എത്രത്തോളം ഈ ചേഞ്ചിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ആദ്യത്തെ എന്താണ്, റിജിഡിറ്റി അല്ലെങ്കിൽ എന്ന് പറയുന്ന പ്രോസസ്. ദറ്റ് ഈസ്, ഇറ്റ് ഈസ് ഹാർഡ് ടു ചേഞ്ച്. സെക്കൻഡ് ഈസ് ഫ്രെജിലിറ്റി. എന്താണ് ഈ ഫ്രെജിലിറ്റി എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മെന്റ് ബൈ ഫ്രെജിലിറ്റി? That is, the design is hard to break or hard to change. എന്താണ് ഈ ഹാർഡ് ടു ചേഞ്ച് എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം എന്താണ്? വൈ ഇറ്റ് ഈസ് ഹാർഡ് ടു ചേഞ്ച്? സോ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇറ്റ് ഈസ് ഹാർഡ് ടു ചേഞ്ച്. ദാറ്റ് ഈസ് കോൾഡ് ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ടു ചേഞ്ച്. ദെൻ കംസ് യുവർ ഫ്രെജിലിറ്റി. ഫ്രെജിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഹാർഡ് ടു ബ്രേക്ക്. ഈ ബ്രേക്കിംഗ് എന്തിനാണ് നമ്മൾ പറഞ്ഞത്? നമ്മളൊരു നേരത്തെ ഒരു റീഫാക്ടറിങ് എന്നൊരു സാധനത്തെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? റീഫാക്ടറിങ് എന്നൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞതുണ്ടോ? ഓർമ്മയുണ്ടല്ലോ. കാരണം നമുക്ക് എപ്പോഴെങ്കിലും നമ്മളുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്കതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റണം. അതായത് സ്പിരിച്ച് വേറെ വേറെ ആക്കി എഴുതാൻ പറ്റണം. അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നതാണ് ഹാർഡ് ടു ബ്രേക്ക് എന്ന് പറയുന്നത്. ദെൻ ഇമ്മൊബിലിറ്റി. ദി ഡിസൈൻ ഈസ് ഹാർഡ് ടു റീയൂസ്. നമുക്ക് മറ്റൊരിടത്തേക്ക് റീയൂസ് ചെയ്യാൻ പറ്റാതാവുക. ദെൻ വി കോൾ ഇറ്റ് ആസ് വിസ്കോസിറ്റി. ഡിസൈൻ ഈസ് ഹാർഡ് ടു ഡു ദ റൈറ്റ് തിങ്സ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ശരിയായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യുന്നില്ല എന്ന് വെക്കുക. ദെൻ ഇറ്റ് ഈസ് എ പ്രോബ്ലം. ദെൻ നീഡ്ലെസ് കോംപ്ലക്സിറ്റി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് ഓവർ ഡിസൈൻ പാടില്ല. ദാറ്റ് ഈസ് ഡിസൈൻ ടു ഡു. ഡിസൈൻ വാട്ട് ഈസ് റിക്വയർഡ്. എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് അത് മാത്രം എന്ത് ചെയ്യുക? ഡിസൈൻ ചെയ്യുക. ഡു നോട്ട് ഗോ ഫോർ ഓവർ ഡിസൈൻസ്. ദെൻ നീഡ്ലെസ് റെപ്പറ്റീഷൻ. അതായത് ആവശ്യമില്ലാതെ റിപ്പീറ്റ് ചെയ്യരുത്. ഡോണ്ട് റിപ്പീറ്റ് ബട്ട് റീയൂസ്. എപ്പോഴും എന്തായിരിക്കണം? റിപ്പീറ്റ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ടാവരുത്. പകരം എന്തായിരിക്കണം? വി ഹാവ് ടു റീയൂസ്. ദെൻ വി ഹാവ് ടു ഹാവ് എ ഒപ്പാസിറ്റി. ഡിസ്ഓർഗനൈസ്ഡ് എക്സ്പ്രഷൻസ് ഉണ്ടാവാൻ പാടില്ല. എവറിത്തിങ് ഷുഡ് ബി ഇൻ ആൻ ഓർഗനൈസ്ഡ് ഫോം. Everything should be in an organized form. So this is what the symptoms of your poor design. Then rigidity. പറഞ്ഞിരുന്നു, the tendency of software to be the tendency of the software to be difficult to change. Then fragility, the tendency of the program to break in many places when a single change is made. അതായത് ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടി വന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ചേഞ്ച് ചെയ്യപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ. Then mobility, a design is immobile when it contains part that could be useful
ഇൻ അതർ സിസ്റ്റംസ്. അതായത് മറ്റുള്ള സിസ്റ്റംസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിലുണ്ടെങ്കിൽ അത് മറ്റൊരിടത്ത് റീയൂസ് ചെയ്യാൻ പറ്റണം. ദാറ്റ് മീൻസ് യു ഷുഡ് ഹാവ് എ വെരി സ്പെസിഫിക് മോഡുലാർ ഡിസൈൻ. ദെൻ വിസ്കോസിറ്റി. എന്താണ്? ഡൂയിങ് തിങ്സ് റൈറ്റ് ഇസ് ഹാർഡർ ദാൻ ഡൂയിങ് തിങ്സ് റോങ്. അപ്പോൾ അതായത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? തിങ്സ് ടു ഡു തിങ്സ് ഇൻ ദ റൈറ്റ് ഫോം. സംഗതികൾ എപ്പോഴും ചെയ്യുന്നത് റൈറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. സോ യുവർ സിസ്റ്റം ഷുഡ് ഡു വാട്ട് തിങ്സ് ടു ബി റൈറ്റ്. ദെൻ ഇതിൽ രണ്ട് ഫോമുകൾ പറയുന്നുണ്ട്. ഒന്ന് വിസ്കോസിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ എന്നും വിസ്കോസിറ്റി ഓഫ് ദ എൻവയൺമെന്റ് എന്നും രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് വിസ്കോസിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ ആൻഡ് വിസ്കോസിറ്റി ഓഫ് ദി എൻവയൺമെന്റ്. ഇതാണ് when focused with change, the developers usually find more than one ways to make that changes. ഒന്നിൽ കൂടുതൽ വേസ് നമുക്ക് ഉണ്ടാവും ഒരു സൊല്യൂഷന്. Some of them preserve the design, some others does not. ചിലത് നമ്മളുടെ ഇപ്പോഴത്തെ ഡിസൈനെ പ്രിസർവ് ചെയ്തുകൊണ്ടുള്ളതാകാം, മറ്റുള്ളത് പ്രിസർവ് ചെയ്യാത്തതുമാകാം. Then when design preserving methods are methods that are hard to employ. ഈ ഡിസൈൻ പ്രിസർവ് ചെയ്യുന്ന മെത്തേഡ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. When viscosity is high, the environment is slow and inefficient. The viscosity of the environment comes. The viscosity of environment വന്നാൽ environment slow ആകും. So you should be very careful when you're considering the design. Then needless complexity. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ആവശ്യമില്ലാത്ത കോംപ്ലക്സിറ്റികൾ ഒഴിവാക്കുക. ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാതിരിക്കുക. സോ ഡു തിങ്സ് വെന്നെവർ ഇറ്റ് ഈസ് റിക്വയർഡ്. അതാണ് പറയുന്നത്. ഡു തിങ്സ് വെന്നെവർ ഇറ്റ് ഈസ് റിക്വയർഡ്. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു പോളിസിയിലേക്ക് നമ്മൾ എത്തണം. Now, needless repetition പറഞ്ഞല്ലോ. എന്താണ്? It should be able to the design contains repeating structures that could be unified under a single abstraction. എന്താണ് ഈ abstraction എന്നുള്ള പേര് ഉദ്ദേശിക്കുന്നത്? Abstraction എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് എൻവയൺമെൻറ്റും വർക്ക് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് അബ്സ്ട്രാക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. ആ അബ്സ്ട്രാക്ഷൻ നമ്മൾ എപ്പോഴും ഒരു സിംഗിൾ അബ്സ്ട്രാക്ഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. When a code appears again and again in slightly different form, the developers are missing an abstraction. അപ്പോൾ ചില കാര്യങ്ങളിൽ ചെറിയ ചേഞ്ചസ് വരുമ്പോൾ തന്നെ ആർക്ക് പ്രശ്നം വരും? ഡെവലപ്പേഴ്സിന് ആ അബ്സ്ട്രാക്ഷൻസ് മിസ്സാവും. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരുപാട് റെപ്പറ്റേഷൻസ് വരും. അപ്പോൾ അങ്ങനെയുള്ള റെപ്പറ്റേഷൻസിനെ എലിമിനേറ്റ് ചെയ്യുക. നമ്മളിവിടെ സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ പറയുന്നു, ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു റീയൂസ്. Then opacities, it is hard to read and understand. ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കാര്യങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും പറ്റാത്ത ഒരു പ്രോബ്ലം ഉണ്ടാവരുത്. അപ്പോൾ everything should be, the code that evolves over time tends to become more and more opaque with age. കാരണം നമ്മൾ പലപ്പോഴും മെയിൻ്റനൻസിന് ശേഷം വരുന്ന പ്രോബ്ലമാണിത്. സോ വെൻ വി ആർ ഗോയിങ് ഫോർ മെയിൻ്റനൻസ്, ഈ കോഡ് ഒരു സ്ട്രക്ചർ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും. ഈ സ്ട്രക്ചർ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നാൽ then it becomes unclear. അപ്പോൾ ആ ക്ലാരിറ്റി കൊണ്ടുവരണം. അൺക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വി ഷുഡ് മേക്ക് ഇറ്റ് തിങ്സ് ക്ലിയർ. അപ്പോൾ ഇതിനെയൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ഡിസൈൻ മെക്കാനിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ OOD ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് സോളിഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിൽ 5 ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റുകളെ അല്ലെങ്കിൽ മെക്കാനിസംസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് റോബർട്ട് സി മാർട്ടിൻ എന്ന് പറയുന്ന ആളാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ദി ആക്ച്വൽ സോളിഡ് അക്രോണിം വാസ് ഐഡൻറ്റിഫൈഡ് ബൈ മിഷേൽ ഫെദേഴ്സ്. അപ്പോൾ ഇവരുടെ ഒരു ബുക്കുണ്ട്, ഈ ബുക്കിലാണ് ഇത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ ദി ഇൻറ്റൻഷൻ ഓഫ് ദീസ്
principles is to make software designs more understandable. The understandable ആണ്. This is understandable, easier to maintain and easier to extend. അപ്പോൾ നമ്മൾക്കൊരു ഡിസൈൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടും ഈസി ടു മെയിൻറ്റെയിൻ ആയിരിക്കണം ആൻഡ് ഈസി ടു എക്സ്റ്റെൻഡ്. അതിനെ ഒന്ന് മാറ്റണമെങ്കിൽ അത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഡിസൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള മെക്കാനിസമാണ്. ദെൻ ഈ സോളിഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പറയുന്നത് എന്തൊക്കെയാണ്? സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ. പേര് പോലെ തന്നെയാണ്, സിംഗിൾ റെസ്പോൺസിബിലിറ്റി. വൺ ഓബ്ജക്റ്റ് ഷുഡ് ഹാവ് ഓൺലി വൺ റെസ്പോൺസിബിലിറ്റി. ദെൻ ഓപ്പൺ ക്ലോസ്, ഓപ്പൺ ഫോർ extension, closed for modification. Substitution principle. നിങ്ങളുടെ derived ക്ലാസ്സുകളെ വെച്ചിട്ട് നിങ്ങളുടെ കോൺക്രീറ്റ് ക്ലാസ്സുകളെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റണം. ദെൻ ഇന്റർഫേസ് സെഗ്രിഗേഷൻ, ഇന്റർഫേസുകളെ സെഗ്രിഗേറ്റ് ചെയ്ത് ഉപയോഗിക്കുക. ദെൻ ഡിപെൻഡൻസി ഇൻവേർഷൻ പ്രിൻസിപ്പിൾ, ഡിപെൻഡൻസികളെ ഇൻവേർട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 5 സ്റ്റേറ്റുകളിലായിട്ടുള്ളത്. ഇത് വളരെ കൃത്യമായിട്ട് ഇവിടെ നിന്ന് സിമ്പിളായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇൻ സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് എ ക്ലാസ് represents that a class should have one and only one reason to change. എപ്പോഴും ഒരു ക്ലാസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരേ ഒരു ചേഞ്ച് മാത്രമേ വരാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ഹാവ് ഓൺലി വൺ റെസ്പോൺസിബിലിറ്റി ടു ഡു നോട്ട് ടു ഡു സോ മെനി തിങ്സ് ഇൻ വൺ ക്ലാസ്. രണ്ടാമത്തേത് ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ ആണ്. വി കോൾ ഇറ്റ് ആസ് OCP. യു ഷുഡ് ബി ഏബിൾ ടു എക്സ്റ്റെൻഡ് എ ക്ലാസ് ബിഹേവിയർ. ഒരു ക്ലാസിന്റെ ബിഹേവിയർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റണം വിത്തൗട്ട് മോഡിഫൈ ചെയ്യാൻ സമ്മതിക്കരുത്. ദാറ്റ് ഈസ് യൂസിങ് പോളിമോർഫിസം. നമുക്കിത് പോളിമോർഫിസം ആൻഡ് അബ്സ്ട്രാക്ഷൻ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഫങ്ഷണാലിറ്റി ക്രിയേറ്റ് ചെയ്യാം. അതായത് ഓപ്പൺ ഫോർ എക്സ്റ്റൻഷൻ, ക്ലോസ്ഡ് ഫോർ മോഡിഫിക്കേഷൻ. ഓപ്പൺ ഫോർ എന്താണ്? എക്സ്റ്റൻഷൻ. ഓപ്പൺ ഫോർ എക്സ്റ്റൻഷൻ, then closed for modification. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. തേർഡ് പ്രിൻസിപ്പിൾ ഇസ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ, ലിസ്കോവ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ. എന്താണ് ഈ ലിസ്കോവ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ ചെയ്യുന്നത്? ഡിറൈവ്ഡ് ക്ലാസ്സസ് മസ്റ്റ് ബി സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ഫോർ ദെയർ ബേസ് ക്ലാസ്സസ്. അപ്പോൾ നിങ്ങളുടെ ബേസ് ക്ലാസ്സിനെ നിങ്ങളുടെ ഡിറൈവ്ഡ് ക്ലാസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റണം. Then interface segregation principle, or that we call it as ISP. It states that make fine-grained interfaces that are client specific. അപ്പോൾ ക്ലയന്റിന് വേണ്ടുന്നത് എന്താ? അതായത് ഇന്റർഫേസുകൾ കംപ്ലീറ്റ് ആയി സെപ്പറേറ്റ് ചെയ്യാം. Then last one is the dependency inversion principle. So it states that depend on abstraction, not on concretions. എന്താണ് abstraction, എന്താണ് concretions? Abstraction means it is the basic principle by which the programming is done. A concretion means it is based on the objects. Then dependency inversion often consumed with the dependency injection. This is all about building classes that are created to use abstractions of third-party objects so that the concrete objects can be changed at will without needing to review your code. അപ്പോൾ അതായത് ഇതാണ് ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഈ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഓബ്ജക്റ്റുകളെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോഡിൽ മാറ്റം വരുത്താതെ നിങ്ങൾക്ക് അതിനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. Then single responsibility principle. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. A class should have one and only one reason to change. Then the class assumes if the class assumes more than one responsibility, ഇതൊരു പ്രശ്നമാണ്. If it assumes more than a responsibility, then there will be more than one reason to change it. അത് ചേഞ്ച് ചെയ്യാൻ ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ വേണ്ടി വരും. അതായത് ഒന്നിൽ കൂടുതൽ ഒരു ഓബ്ജക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ഓബ്ജക്റ്റിനകത്ത് നിങ്ങൾ കുറേ ഏറെ കാര്യങ്ങൾ
ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു മേക്ക് ദി ഹോൾ ചേഞ്ചസ്. ഇതിനെല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ മാറ്റങ്ങൾ ആവശ്യമായി വരും. Then, if a class has more than one responsibility, then the responsibility becomes coupled. അപ്പോൾ അവിടെ കപ്ലിംഗ് കൂടുതലാവും. സോ ലോ കപ്ലിംഗ് ആണ് എപ്പോഴും നമ്മൾ ഏതിന് പറയുന്നത്? ലോ കപ്ലിംഗ് ആണ് നമ്മൾ എപ്പോഴും ഒരു സിസ്റ്റത്തിന് പറയപ്പെടുന്ന ഗുഡ് ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. അപ്പോൾ കപ്ലിംഗ് എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റ് നമുക്ക് അവിടെ ഹൈ ആയി മാറും. സോ ദ ചേഞ്ച് ഇൻ വൺ റെസ്പോൺസിബിലിറ്റി മേ ഇമ്പയർ ഓർ ഇൻഹിബിറ്റ് ദ എബിലിറ്റി ഓഫ് ദ ക്ലാസ് ടു മീറ്റ് അതേഴ്സ്. അപ്പോൾ ഒരിടത്ത് വരുന്ന ചേഞ്ച് മറ്റുള്ള സ്ഥലങ്ങളിലും അത് അഫക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് എന്താണ് പറയുന്നത്, നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റി ഒരു ഒബ്ജക്റ്റിലാക്കണം. സോ ദിസ് കൈൻഡ് ഓഫ് കപ്ലിംഗ് ലീഡ്സ് ടു ഫ്രജൈൽ ഡിസൈൻ, അതായത് പൊട്ടിപ്പോകും, ദാറ്റ് ക്യാൻ ബ്രേക്ക് ഇൻ. അപ്പോൾ ഇത് എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഈ മോഡ്യൂളിലൊരു പ്രശ്നം വന്നു, ഈ മോഡ്യൂള് ഇതിലേക്ക് കപ്പിൾഡ് ആണെങ്കിൽ ഇവിടെ വരുന്ന ചേഞ്ച് നിങ്ങൾ ഇവിടെയും അതിനെ ഇഫക്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം ഇവിടെ മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യേണ്ടി വരും. അപ്പം ഈ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കപ്ലിംഗ് ഒഴിവാക്കണം എന്ന് പറയുന്നത്. സോ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ടേം നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഇറ്റ് ഈസ് റീസൺ ഫോർ ചേഞ്ച്. എന്തിനു വേണ്ടിയാണ് ചേഞ്ച് ചെയ്യപ്പെടുന്നത്? സോ ദാറ്റ് ഈസ് ആക്ച്വലി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനെ പറയാം. ദിസ് ഈസ് കോൾഡ് ദി ഫങ്ഷണാലിറ്റി. ഇതിനെ ഫങ്ഷണാലിറ്റി എന്ന് വേണേൽ നമുക്ക് വിളിക്കാം. സോ SRP ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ഓഫ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ദ വൺ ഓഫ് ദ ഹാർഡസ്റ്റ് ടു ഗെറ്റ് റൈറ്റ്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിൾ പ്രിൻസിപ്പിളാണ്. നമുക്ക് ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മളിത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത് ചെയ്യാൻ. ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ്. ദെൻ സെപ്പറേറ്റിംഗ് കപ്പിൾഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പെർസിസ്റ്റൻസ്. സോ സെപ്പറേറ്റിംഗ് കപ്പിൾഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് പെർസിസ്റ്റൻസ്, നമുക്ക് ഈ റെസ്പോൺസിബിലിറ്റീസിനെ നമുക്ക്, അതായത് ഫങ്ഷണാലിറ്റികളെ നമുക്ക് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വി ഹാവ് ടു ഹാവ് persistence, that is we have to make it permanent. ഇതിനെ നമുക്ക് പെർമനന്റ് ആക്കാൻ വേണം. Then rigidity, fragility and needless complexities are to be addressed in this. കാരണം ഏതൊരു കാര്യവും സിമ്പിളായി കോംപ്ലക്സിറ്റി ഇല്ലാതെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സിംഗിൾ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യണം. ഇതാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ എക്സാമ്പിളിൽ ഇത് കണ്ടില്ലേ, ഒരു കമ്പ്യൂട്ടേഷണൽ ജോമെട്രി ആപ്ലിക്കേഷനാണ് ഈ പറയുന്നത്. അതിൽ നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാം, അതിൻ്റെ ഏരിയയും കണ്ടുപിടിക്കാം. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ യു ഹാവ് അനദർ ആപ്ലിക്കേഷൻ കോൾഡ് ഗ്രാഫിക്കൽ ആപ്ലിക്കേഷൻസ്. ഇതാണ് ജോമെട്രി ആപ്ലിക്കേഷൻസ്, ഇതൊരു ഗ്രാഫിക്കൽ ആപ്ലിക്കേഷൻസ്. സോ വി ആർ യൂസിങ് GUI. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ഒരു കമ്പ്യൂട്ടേഷണൽ ജോമെട്രിയിൽ നമുക്ക് വേണ്ടി വരിക ഏതാണ്? ഒരു ഏരിയ കണ്ടുപിടിക്കുക എന്നൊക്കെയുള്ള കോണ്ടെക്സ്റ്റുകളാണ് നമുക്ക് വരിക. അതേസമയം ഗ്രാഫിക്കൽ ആപ്ലിക്കേഷൻസിൽ ഡ്രോയിങ് ആണ് വരിക. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റെസ്പോൺസിബിലിറ്റി, ഇവിടെ രണ്ട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കണ്ടില്ലേ? കണ്ടേ, ഇവിടെ രണ്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഡ്രോ എ റെക്റ്റാങ്കിൾ ആൻഡ് ഫൈൻഡ് ദി ഏരിയ. നമ്മളിതിനെ എന്ത് ചെയ്തു? റെക്റ്റാങ്കിളിൻ്റെ ഏരിയയായിട്ടും അതൊരു ഫംഗ്ഷനായിട്ട്, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടും, ഡ്രോയിങ് ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് വേറൊരു ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ മാറ്റി വി ക്രിയേറ്റഡ് എ സിംഗിൾ റെസ്പോൺസിബിലിറ്റി എൻവയൺമെൻറ്റ്. സോ എവറിഥിങ് ഷുഡ് ബി ആക്സസ്ഡ് വിത്ത് ദി GUI. Then next is the open close principle. ഇവിടെ ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? യു ഷുഡ് ബി ഏബിൾ ടു എക്സ്റ്റെൻഡ് എ ക്ലാസ് ബിഹേവിയർ വിത്തൗട്ട് മോഡിഫൈങ് ദി ബിഹേവിയർ വിത്തൗട്ട് മോഡിഫൈങ്. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റണം, പക്ഷേ മോഡിഫൈ ചെയ്യരുത്. കാരണം ഓരോ ഓബ്ജക്റ്റും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിനെ മോഡിഫൈ ചെയ്യാറില്ല സാധാരണ കേസ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് യൂസിങ് പോളിമോർഫിസം ആൻഡ് അബ്സ്ട്രാക്ഷൻസ് ടു ബിൽഡ് ന്യൂ ഫങ്ഷണാലിറ്റി. ഇപ്പോൾ പോളിമോർഫിസം എന്താണെന്ന് അറിയാം. അസൈനിങ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ പ്ലസ് സിമ്പൽ എന്ന് പറയുന്ന സംഗതി നമ്മൾ രണ്ട് കാര്യങ്ങൾക്കൊന്ന് ഉപയോഗിക്കാറുണ്ട്. ഒന്ന് അഡീഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, പിന്നൊന്ന് എന്താണ്, ഈ കോൺകാറ്റിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ദിസ് ഈസ് കോൾഡ് പോളിമോർഫിസം, നമ്മൾ നേരത്തെ പഠിക്കുന്നതാണ്. ദെൻ സോഫ്റ്റ്വെയർ എൻറ്റിറ്റീസ് ലൈക്ക് ക്ലാസ്, മോഡ്യൂൾസ്,
functions, etc. should be open for extension. ഇതൊക്കെ എക്സ്റ്റൻഷന് വേണ്ടി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ആൻഡ് ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ് ഫോർ മോഡിഫിക്കേഷൻസ്. എല്ലാം മോഡിഫിക്കേഷൻസിന് ക്ലോസ്ഡ് ആയിരിക്കണം. അതാണ് ഓപ്പൺ ക്ലോസ് എന്ന് പറയുന്നത്. When a single change to a program resulted in a cascade of changes to dependent modules, then the rigidity will occur. ഇതെന്താണ്? നിങ്ങളുടെ കുറേ പ്രോഗ്രാംസ് നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെ കുറേ പ്രോഗ്രാംസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറേ പ്രോഗ്രാംസിൻ്റെ ഒരു കളക്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിലുണ്ട്. ഇതിൽ 1 എന്ന് പറയുന്ന മോഡ്യൂളിൽ നമ്മളൊരു ചേഞ്ച് വരുത്തി. ഈ 1-ൽ ചേഞ്ച് വരുമ്പോൾ അത് 3-ലും 4-ലും ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ then it is a problem. This is called the cascade of changes to dependent modules. അപ്പോൾ ഇതിനർത്ഥം 1-ൽ ഫസ്റ്റ് മോഡ്യൂളിലേക്ക് 3-ാമത്തെ മോഡ്യൂളും 4-ാമത്തെ മോഡ്യൂളും ലിങ്ക്ഡ് ആണ്, അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കിതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഈ ചേഞ്ച് നമ്മൾ ഇവിടെ വരുത്തുന്നുണ്ടെങ്കിൽ, യു ഷുഡ് ബി ഫോഴ്സ്ഡ് ടു ചേഞ്ച് ദീസ് ടു. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പ്രോസസ്സ് വരും? റിജിഡിറ്റി എന്ന് പറയുന്ന മെക്കാനിസം അവിടെ പ്രശ്നത്തിലേക്ക് വരും. Then OCP advises to refactor that system so that further changes of that kind will not cause more modifications. അപ്പോൾ ഇവിടെ നമുക്ക് എന്തിലേക്ക് വരും? ഇവിടെ എക്സ്റ്റൻഷൻ കൊണ്ട് നടക്കത്തില്ല. We have to go for modification. അപ്പോൾ അങ്ങനെ എന്ത് പറയുന്നുണ്ട്? അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ റീഫാക്ടർ ചെയ്യാൻ പറയുന്നു. റീഫാക്ടർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? റീഫാക്ടർ ടു സിംഗിൾ റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രിൻസിപ്പൽ. Then if OCP applied, then further changes of that are achieved by adding new code, not changing the old code that already works. ആൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കോഡുകൾ നമുക്കൊന്നും ചെയ്യേണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? We can write new codes for executing the new functionalities. ഇപ്പോൾ രണ്ട് പ്രൈമറി ആട്രിബ്യൂട്ട്സ് ഇത് ഫോളോ ചെയ്യണം. ഒന്ന് ഓപ്പൺ ഫോർ എക്സ്റ്റൻഷൻ, ക്ലോസ്ഡ് ഫോർ മോഡിഫിക്കേഷൻ. അപ്പോൾ എക്സ്റ്റൻഷന് ഓപ്പൺ ആയിരിക്കണം, പക്ഷെ മോഡിഫിക്കേഷന് എന്ത് ചെയ്യാൻ പാടില്ല? മോഡിഫിക്കേഷന് ക്ലോസ്ഡ് ആയിരിക്കണം, ഓപ്പൺ ആവാൻ പാടില്ല. ദ ബിഹേവിയർ ഓഫ് ദ മോഡ്യൂൾ ക്യാൻ ബി എക്സ്റ്റെൻഡഡ്. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ബിഹേവിയറിൻ്റെ അല്ലെങ്കിൽ ആ മോഡ്യൂളിൻ്റെ ബിഹേവിയർ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം based on the application change with new behaviors that satisfies those changes. അപ്പോൾ ഇത് ബിഹേവിയർ പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ടി വരും. Then closed for modification. എന്താണ്? Extending the behavior of module does not result in change to source code or binary code of the module. അപ്പോൾ മൊത്തത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല. So open for extension, closed for modification. These two attributes are at odds with each other. ശരിയാണ്. ഇത് രണ്ടും തമ്മിൽ നോക്കി ഇത് രണ്ടും ലുക്സ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. The normal way to extend the behavior of module making changes to that of the module. Then the module that cannot be changed is normally have a fixed behavior. ഇപ്പോൾ ഒരു ഫിക്സ്ഡ് ബിഹേവിയറിന് നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കതിൻ്റെ ചേഞ്ചസ് വരുത്തേണ്ട കാര്യമില്ല, കാരണം it cannot be changed എന്നാണ് പറയുന്നത്. The primary mechanism behind OCP is abstraction and polymorphism. Abstraction എന്ന് പറഞ്ഞാൽ how you are the basic principle used for your programming language and the facility available called polymorphism. Then the behavior of a module can be modified without changing the source code using abstraction. Abstractions ഉപയോഗിച്ച് നിങ്ങൾക്ക് ബിഹേവിയറിനെ എന്ത് ചെയ്യാൻ പറ്റും? Can be modified without changing the source code using abstraction. അപ്പോൾ സോഴ്സ് കോഡിനെ ചേഞ്ച് ചെയ്യാതെ അബ്സ്ട്രാക്ഷൻസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ പറ്റും. അബ്സ്ട്രാക്ഷൻസ് ആർ അബ്സ്ട്രാക്ട് ക്ലാസസ് or abstract base classes, and the unbounded group of possible behaviors is represented by the all possible derivative classes. അപ്പോൾ നിങ്ങളുടെ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ഉണ്ടാവും. നിങ്ങൾ ബേസിക് ആയിട്ട് എന്താണോ പറയാൻ, ഇപ്പോൾ സപ്പോസ് നമ്മൾ പറയുന്ന ഇപ്പോൾ വെഹിക്കിൾ എന്ന് നമ്മൾ പറയുന്നു,
ഈ വെഹിക്കിളിന് ബേസിക് ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഡിറൈവ്ഡ് ആണ്. ഇപ്പോൾ പ്രോപ്പർട്ടി 1, പ്രോപ്പർട്ടി 2 എന്നിങ്ങനെ നിങ്ങൾ ഓരോരോ ക്ലാസ്സുകളായിട്ട് ഡിറൈവ് ചെയ്യുന്നു. സോ പ്രോപ്പർട്ടി 1 എടുത്താൽ നിങ്ങൾക്കൊരു പുതിയ മോഡിഫിക്കേഷൻ കിട്ടും, ദറ്റ് ഈസ് ഡിറൈവ്ഡ് ക്ലാസ്. ഇതിൽ വേറൊരു മോഡിഫിക്കേഷൻ കിട്ടും. അങ്ങനെ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ എ മോഡ്യൂൾ ടു മാനിപ്പുലേറ്റ് ആൻ അബ്സ്ട്രാക്ഷൻ. അപ്പോൾ അബ്സ്ട്രാക്ഷൻസിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അബ്സ്ട്രാക്ഷൻസ് മാനിപ്പുലേറ്റ്. സോ മോഡ്യൂൾസ് ക്യാൻ ബി ക്ലോസ്ഡ് ഫോർ മോഡിഫിക്കേഷൻ സിൻസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അബ്സ്ട്രാക്ഷൻസ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് അബ്സ്ട്രാക്ഷൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് മോഡിഫിക്കേഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ അബ്സ്ട്രാക്ഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ദി ബിഹേവിയർ ഓഫ് ദ മോഡ്യൂൾ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ബൈ ക്രിയേറ്റിംഗ് ന്യൂ ഡെറിവേറ്റീവ്സ് ഓഫ് ദി അബ്സ്ട്രാക്ഷൻ. അപ്പോൾ ഈ അബ്സ്ട്രാക്ഷൻ്റെ പുതിയ ഒരു ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ എക്സ്റ്റെൻഡ്. ഇതാണ് നമ്മുടെ പറയുന്ന ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന മെക്കാനിസം. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെ ദിസ് ബിലോങ് ടു ഷോസ് എ സിമ്പിൾ ഡിസൈൻ വയലേറ്റ്സ് OCP. ദാറ്റ് ഇവിടെ നോക്കുക, ഒരു ക്ലയൻറ്റ് ആൻഡ് സെർവർ. ക്ലയൻറ്റ് ഇസ് നോട്ട് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. ക്ലയൻറ്റ് ഓപ്പണും അല്ല ക്ലോസ്ഡും അല്ല, കാരണം ഇറ്റ് ഈസ് ഹാവിങ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ. The client class uses the server class. If you wish use different server objects, then the client class must be changed to name the new class. അപ്പോൾ ഇവിടെ ക്ലയൻറ്റിന് സെർവറിലെ ക്ലാസ്സുകൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെർവർ ക്ലാസ്സിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ ക്ലയൻറ്റിന് ആ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ അതിനെ എന്ത് ചെയ്തു? ഇതിനെ ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ മാറ്റി. എങ്ങനെയാണ്? ഇവിടെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ക്ലയൻറ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഒരു പാർട്ട് കൊണ്ടുവന്നു. കണ്ടില്ലേ? വി ഇൻട്രൊഡ്യൂസ്ഡ് എ ക്ലയൻറ്റ് ഇൻ്റർഫേസ്. ഇവിടെ എന്താ സംഭവിക്കുക? ഇഫ് യു മേക്ക് എനി ചേഞ്ചസ് ഇൻ ദ ക്ലയൻറ്റ് ഇൻ്റർഫേസ്, സ്വാഭാവികമായിട്ടും ക്ലയൻറ്റ് ക്യാൻ ആക്സസ് ത്രൂ ദി സെർവർ. ഏത് മാത്രം? ആ ക്ലയൻറ്റ് ആവശ്യപ്പെടുന്നത് മാത്രം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്ലയൻറ്റിന് ഒരു പുതിയ റിക്വസ്റ്റ് വേണ്ടി വന്നാൽ നമ്മൾ എവിടെ ചെയ്താൽ മതി? ഈ ക്ലയൻറ്റ് ഇൻ്റർഫേസിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഡോണ്ട് നീഡ് ടു ചേഞ്ച് എനി ഓഫ് ദി സെർവർ ക്ലാസ്സസ്. ദെൻ അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ആർ മോർ ക്ലോസ്ലി അസോസിയേറ്റഡ് ടു ദെയർ ക്ലയൻറ്റ്സ് ദാൻ ടു ദ ക്ലാസ് ദാറ്റ് ഇംപ്ലിമെൻറ്റ് ദം. അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നിടത്തേക്കല്ല, ക്ലയൻറ്റിലേക്കാണ് കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്. Then closing a function against changes using abstraction to gain explicit exposure. പുറത്തേക്കുള്ള എക്സ്പോഷർ കിട്ടുക. ഡേറ്റ ഡ്രിവൺ അപ്രോച്ച് ടു അച്ചീവ് ക്ലോഷർ. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്കിതിന് ചെയ്യാൻ പറ്റും. ദെൻ റെസിസ്റ്റിംഗ് പ്രിമച്വർ അബ്സ്ട്രാക്ഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് ആസ് അബ്സ്ട്രാക്ഷൻ ഇറ്റ്സെൽഫ്. അപ്പോൾ പ്രിമച്വർ ഫുള്ളല്ലാത്ത എന്തോ ഉപയോഗിക്കാൻ പറ്റും നമുക്ക്? ഫുള്ളല്ലാത്ത പ്രിമച്വറായിട്ട് വരുന്ന അബ്സ്ട്രാക്ഷൻസ് നമുക്ക് അബ്സ്ട്രാക്ഷനായിട്ട് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. Then the third principle is the Liskov substitution principle. ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? Derived classes must be substitutable for their base class. നിങ്ങളുടെ ബേസ് ക്ലാസ്സുകൾക്ക് പകരം നിങ്ങളുടെ ഡിറൈവ്ഡ് ക്ലാസ്സുകളെ ഉപയോഗിക്കാൻ പറ്റണം എന്നാണ്. സബ് ടൈപ്സ് മസ്റ്റ് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ടു ദെയർ ബേസ് ക്ലാസ് ടൈപ്സ്. അപ്പോൾ സബ് ക്ലാസ് ടൈപ്പുകളെ നിങ്ങൾക്ക് ബേസ് ക്ലാസ്സുകളായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റണം. Functions that use pointers or references to base classes must be able to use objects or derived classes without knowing it. അപ്പോൾ ഒരു ഫംഗ്ഷൻ uses a pointer or reference. ഒരു call by reference, call by pointers, അല്ലെങ്കിൽ call by reference and call by value എന്നൊക്കെ പറഞ്ഞുള്ള നമ്മുടെ കുറേ കാര്യങ്ങളുണ്ട് സിയിൽ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഒരു പോയിന്റേഴ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു റെഫറൻസിങ് ഉപയോഗിച്ചോ നിങ്ങളുടെ ബേസ് ക്ലാസ് കോൾ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ഓബ്ജക്ട്സ് വെച്ചിട്ട് ഡിറൈവ്ഡ് ക്ലാസിൻ്റെ ഓബ്ജക്ട്സ് ഓഫ് ഡിറൈവ്ഡ് ക്ലാസിൻ്റെ ഓബ്ജക്ട്സ് വെച്ചിട്ട് നമുക്കതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റണം. എങ്ങനെ? വിത്തൗട്ട് നോയിങ് ഇറ്റ്. അതറിയാതെ, പ്രോഗ്രാം അറിയാതെ. The idea behind this principle is that code should be written such that if you create a new derived class from a base class, you should not have to modify code to work with its derived class. എൻ്റെ കയ്യിലൊരു ബേസ് ക്ലാസ് ഉണ്ട്. ആ ബേസ് ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിറൈവ് ചെയ്ത ക്ലാസ് എനിക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റണം?
ആ ഡിറൈവ് ചെയ്ത ക്ലാസ് ബേസ് ക്ലാസ്സിന് പകരം എനിക്ക് ഉപയോഗിക്കാൻ പറ്റണം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, കോഡ് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അവിടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് ഫോർ ഈച്ച് ഓബ്ജക്റ്റ് O1 ഓഫ് ടൈപ്പ് എസ് there is an object O2 of type T such that for all programs P defined in terms of T, the behavior of P is unchanged when O1 is substituted for O2, then S is a subtype of T. ഇപ്പോൾ O1 എന്ന് പറയുന്ന ഒരു ഓബ്ജക്റ്റ് ഉണ്ട്, O2 എന്ന് പറയുന്ന ഒരു ഓബ്ജക്റ്റ് ഉണ്ട്. ഇത് സപ്പോസ് എടുക്കുക, ഇത് ബേസ് ആണ്, ഇത് ഡിറൈവ്ഡ് ക്ലാസ് ആണ്. P എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഈ Pയിൽ O1നെ O2 വെച്ച് റീപ്ലേസ് ചെയ്താൽ പ്രോഗ്രാം വർക്ക് ചെയ്യണം. എന്ത് ചെയ്യാൻ പാടില്ല, പ്രോഗ്രാമിനെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. Then the importance of this principle becomes obvious when considering the consequences of violating it. അപ്പോൾ ഇത് വയലേറ്റ് ചെയ്യാൻ എന്താണ് സംഭവിക്കുക എന്നറിയണം. Consider function f that takes its argument a pointer or reference to some base class b. അപ്പോൾ f എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷനിൽ b എന്ന് പറയുന്ന ഒരു ബേസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു പോയിന്ററാണ് എഫ്, ഒരു പോയിന്ററാണ് ബിയിലേക്ക് ഉപയോഗിക്കുന്നത്. അസ്യൂം ഓൾസോ ദാറ്റ് ദർ ഈസ് സം ഡിറൈവ്ഡ് ഡെറിവേറ്റീവ് ഓഫ് ഡി ഓഫ് ബി. അപ്പോൾ ബിയിൽ നിന്ന് ഞാൻ ഒരു ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡി, വിച്ച് വെൻ പാസ്ഡ് ടു എഫ് ഇൻ കേസ് ഓഫ് ബി. അതായത് ഇവിടുന്ന് ഈ ഫംഗ്ഷൻ ബിക്ക് പകരം ഞാൻ ഡിയിലേക്ക് പോയിന്റ് ചെയ്താൽ കോസസ് ടു മിസ്ബിഹേവ്. ഇത് മിസ്ബിഹേവിയർ ഉണ്ടാക്കിയാൽ ദെൻ ഡി വയലേറ്റ്സ് ദി LSB. അപ്പോൾ ബിക്ക് പകരം ഡി കൊടുത്താലും പ്രോഗ്രാം ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യണം. പക്ഷേ ഇത് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഡി, നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ് LSB വയലേറ്റ് ചെയ്യുന്നു. ക്ലിയർലി ഡി ഈസ് ഫ്രജൈൽ ഇൻ പ്രസൻസ് ഓഫ് എഫ്. അപ്പം ഈ ഫംഗ്ഷനിൽ ഇത് ഫ്രജൈലാണ്, വർക്കാവത്തില്ല, കാരണം ബ്രേക്ക് ആയി പോകും. ദെൻ എഫ് വിൽ ബി ടെംപ്റ്റഡ് ടു പുട്ട് ഇറ്റ് സം കൈൻഡ് ഓഫ് ടെസ്റ്റ് ഫോർ ടി സോ ദാറ്റ് എഫ് ക്യാൻ ബിഹേവ് പ്രോപ്പർലി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ഡിയുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അത് മാറ്റാനുള്ള ശ്രമം നമ്മൾ നടത്തും. ദെൻ ഡി ഈസ് പാസ്ഡ് ഓൺ ടു ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ഡി പാസ് ചെയ്യപ്പെടും. ദിസ് ടെസ്റ്റ് വയലേറ്റ്സ് OCP if f is not closed for all derivatives of b, such codes reacting to LSB violation. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നാൽ എന്താണ്, f is not closed for all derivatives of b. അപ്പോൾ ഡിയിലെ രണ്ട് ഡി ഇപ്പം നമുക്കുണ്ട്. ഒന്ന് നമ്മളിവിടെ ആദ്യം എഴുതിയ ഡി ഉണ്ട്, പിന്നെ രണ്ടാമതൊരു ഡി സോ ദാറ്റ് എഫ് ക്യാൻ ബിഹേവ് പ്രോപ്പർലി. അപ്പോൾ ഡിയെ മോഡിഫൈ ചെയ്തതുണ്ട്. അപ്പോൾ ഇപ്പോൾ നോട്ട് ക്ലോസ്ഡ് ഫോർ ഓൾ ഡെറിവേറ്റീവ്സ് ഓഫ് ദിസ് ടെസ്റ്റ് വയലേറ്റ്സ് OCP ഇഫ് എഫ് ഡസ് നോട്ട് ക്ലോസ് ഫോർ ഓൾ ഡെറിവേറ്റീവ്സ് ഓഫ് ബി, സച്ച് കോഡ്സ് റിയാക്ടിങ് ടു LSB വയലേഷൻ. ഇപ്പോൾ ഇതിനൊരു ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതാണ്. ഇപ്പം നമ്മളുടെ ഡൗൺവേർഡ് കോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം പറയാറുണ്ട്. ഡൗൺവേർഡ് കോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനം അറിയോ? കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് ഓർമ്മയുണ്ടോ? കാരണം നമ്മളിപ്പോൾ ഈ വേർഡ് ഉപയോഗിക്കുമ്പോൾ വേർഡ് 97 ഉണ്ട്, നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ. വേർഡ് എന്താണ് 2010 ഉണ്ട്. ഇപ്പോൾ വേർഡ് 97ൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് വേർഡ് 2010 ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റുമല്ലോ. ദിസ് ഈസ് ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി. അല്ല, ഡൗൺവേർഡ് കോമ്പാറ്റബിലിറ്റി അല്ല, സോറി, ഡൗൺവേർഡ് അല്ല, ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി. ഡൗൺവേർഡ് കോമ്പാറ്റബിലിറ്റി എന്നാലും മതി, താഴെയുള്ളതിന് മുകളിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇതിൽ നോക്കിയാൽ വിഷ്വൽ സ്റ്റുഡിയോയിലെ എല്ലാ ഫങ്ഷൻസും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇവിടെ പുതിയതായിട്ട് കുറച്ച് ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ. സോ ദിസ് ഈസ് കോൾഡ് Liskov സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ. പക്ഷേ ഈ ഫങ്ഷണാലിറ്റിയെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ നോക്കിയാൽ നമുക്ക് നടക്കത്തില്ല. കാരണം എന്താണ്, അവിടെ നമുക്കൊരു മോഡിഫിക്കേഷൻ ആവശ്യമാണ്. ബട്ട് ഓൾ ഓബ്ജക്ട്സ് ആർ ക്ലോസ്ഡ് ഫോർ മോഡിഫിക്കേഷൻ. അതുകൊണ്ട് നമുക്കതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആയില്ലേ?
നോ ഇത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് വയലേറ്റിംഗ് LSP ഓഫൺ റിസൾട്ട്സ് ഇൻ ദി violating LSP often results in use of a runtime type information. It's a manner in a manner that grossly violates the OCP. OCP violate ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ് results in the use of runtime type information. നമ്മൾ runtime informations type informations ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഇത് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. Frequently, an explicit if statement or if statement chain is determine the type of and behavior appropriate to use that type can be selected. അപ്പോൾ if സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഇഫ് എൽസ് ഉപയോഗിക്കുമ്പോൾ ആ ടൈപ്പ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വയലേറ്റ് ചെയ്യപ്പെടും. വയലേഷൻ ഓഫ് LSP is a latent violation of OCP. അപ്പോൾ LSP വയലേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് OCP വയലേറ്റ് ചെയ്യപ്പെടും. കാരണം സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് ആവശ്യമാണ്. There is a technique for making these reusable assumptions explicit, thereby enforcing LSP enforce ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് ഡിസൈൻ ബൈ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഡിസൈൻ ബൈ കോൺട്രാക്ട് നമ്മൾ 5th മോഡ്യൂളിൽ ഇപ്പം ഞാൻ അടുത്ത് ഇതിലിടുന്നതാണ്. Then using DCB, the author of the class explicitly states the contact for that classes. അപ്പോൾ ഒരു ക്ലാസ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആർക്കൊക്കെ ഏതൊക്കെ കോണ്ടാക്റ്റുകൾക്കാണ് ആ ക്ലാസ് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ഡിസൈൻ ബൈ കോൺട്രാക്ട്. ഏത് കോൺട്രാക്റ്റുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ക്ലാസ് സ്റ്റേറ്റ്സ് ദി കോൺട്രാക്ട്സ് ഫോർ ദാറ്റ് ക്ലാസ്സസ്. അപ്പോൾ ആ ക്ലാസ് ഏതൊക്കെ ആൾക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നതിൽ പറയുന്നു. ദ കോൺട്രാക്ട് ഇൻഫോംസ് ദി ഓതർ ഓഫ് എനി ക്ലയൻറ്റ് കോഡ് അബൌട്ട് ദ ബിഹേവിയർ ദാറ്റ് ക്യാൻ ബി റിലൈഡ് ഓൺ. അപ്പോൾ ഇവിടെ പറയും എന്താണ്, ദ കോൺട്രാക്ട് ഇൻഫോംസ് ദി ഓതർ ഓഫ് എനി ക്ലയൻറ്റ് കോഡ് about the behaviors that can be relied on. ഏത് ബിഹേവിയറിനെയാണ് നിങ്ങൾക്ക് റിലേ ചെയ്യാൻ പറ്റുന്നത്, യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ. ദ കോൺട്രാക്ട് ഈസ് സ്പെസിഫൈഡ് ബൈ ഡിക്ലെയറിംഗ് പ്രീ കണ്ടീഷൻസ് ആൻഡ് പോസ്റ്റ് കണ്ടീഷൻസ് ഫോർ ഈച്ച് മെത്തേഡ്. ഓരോ മെത്തേഡിൻ്റെയും പ്രീ കണ്ടീഷനും പറയും, പോസ്റ്റ് കണ്ടീഷനും പറയും. അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണം എന്താണ്, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാം, അത് കഴിഞ്ഞാൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് നിങ്ങൾക്ക് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദ പ്രീ കണ്ടീഷൻ മസ്റ്റ് ബി ട്രൂ ഫോർ ദ മെത്തേഡ് ടു എക്സിക്യൂട്ട്. ആ ട്രൂ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങളുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഓൺ കംപ്ലീഷൻ ദ മെത്തേഡ് ഗ്യാരണ്ടീസ് ദാറ്റ് ദ പോസ്റ്റ് കണ്ടീഷൻസ് ആർ ട്രൂ. അപ്പോൾ നിങ്ങൾ പറയുന്ന ഈ മെത്തേഡിൽ നിങ്ങളുടെ പ്രീ കണ്ടീഷൻസ് കൊടുക്കുന്നത് ശരിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പോസ്റ്റ് കണ്ടീഷൻസും ശരിയായിരിക്കും. സോ റുട്ടീൻ റീഡിക്ലറേഷൻസ് ഇൻ എ ഡെറിവേറ്റീവ്. റുട്ടീൻ റീഡിക്ലറേഷൻസ് ഇൻ എ ഡെറിവേറ്റീവ് മേ only replace the original preconditions. അപ്പോൾ ഒരു റീഡിക്ലറേഷൻ എന്ന് പറയുന്ന സാധനം ഒറിജിനൽ പ്രീ കണ്ടീഷനെ റീപ്ലേസ് ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ. ബൈ വൺ ഈക്വൽ ഓർ വീക്കർ. കൂടുതൽ വീക്കർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ളതോ ആയ ഒരു കണ്ടീഷണൽ റീപ്ലേസ്മെന്റ് മാത്രമേ നിങ്ങൾക്ക് നടക്കത്തുള്ളൂ. ആൻഡ് ദ ഒറിജിനൽ പോസ്റ്റ് കണ്ടീഷൻ മേ വൺ ഈക്വൽ ഓർ സ്ട്രോങ്ങർ. ഇപ്പൊ പോസ്റ്റ് കണ്ടീഷൻ കിട്ടുന്നത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ളതോ ആയിരിക്കും. ദെൻ എ മോഡൽ. നമ്മുടെ മോഡൽ എന്താണെന്ന് അറിയാമല്ലോ, വ്യൂഡ് ഇൻ ഐസൊലേഷൻ. എന്താണ് ഈ ഐസൊലേഷൻ? ഒരു മോഡലിനെ തനിയെ കാണുന്നത്. അതായത് വ്യൂവിങ് എ മോഡൽ ഇൻ ഐസൊലേഷൻ കനോട്ട് ബി മീനിങ്ഫുള്ളി വാലിഡേറ്റഡ്. ഇതിനെ വാലിഡേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, മീനിങ്ഫുൾ ആയിട്ട് വാലിഡേറ്റ് ചെയ്യാൻ കാര്യമില്ല. കാരണം വാലിഡേറ്റേഷൻ ഈസ് നോൺ ഇൻട്രിൻസിക്, അത് കമ്പൽസറി അല്ല. നമ്മൾ നേരത്തെ പറയാറുണ്ട് ഈ മോഡൽ വ്യൂ കൺട്രോളർ MVC എന്ന് പറയുന്ന ഒരു സാധനം പറയാറുണ്ട്. ഇവിടെ ഈ ഇതൊരു ലിങ്ക്ഡ് ആണ്. കാരണം ഒരു മോഡൽ ഒരു വ്യൂവിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരു വ്യൂവിന് ഒരു മോഡൽ ഉണ്ടാവും. ഈ മോഡലും വ്യൂവും തമ്മിൽ അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ
നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രോസസ്സിനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യൂവിൽ കറക്റ്റായി ആ മോഡൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഓരോ വ്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വ്യൂവിനും ഒരു മോഡൽ ഉണ്ടായിരിക്കണം. The validity of a model can only be expressed in terms of its clients. അതിൻ്റെ ക്ലയൻസ് വെച്ചിട്ട് മാത്രമേ ഒരു മോഡലിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വ്യൂ എന്ന് നമ്മൾ ഇവിടെ പറയുന്നത് ഒരു ക്ലയൻ്റ് ആണ്. ഈ ക്ലയൻറ്റിനെ വെച്ചിട്ട് മാത്രമേ നമുക്കൊരു മോഡലിനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. When considering whether a particular design is appropriate or not, one cannot simply view the solutions in isolation. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പർട്ടിക്കുലർ ഡിസൈൻ അപ്രോപ്രിയേറ്റ് ആണോ അല്ലയോ എന്ന് ഒരാളിന് സിമ്പിളായിട്ട് വ്യൂ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ? ഇഫ് ദ സൊല്യൂഷൻ ഈസ് ഇൻ ഐസൊലേഷൻ. ഒരു പാർട്ടിന്റെ മാത്രം സൊല്യൂഷൻ ആയിട്ട് എടുത്താൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇറ്റ് മസ്റ്റ് ബി വ്യൂഡ് ഇൻ ടേംസ് ഓഫ് ദ റീസണബിൾ അസംഷൻസ് മെയ്ഡ് ബൈ ദ യൂസേഴ്സ് ഓഫ് ദ ഡിസൈൻ. ആ യൂസർ ഉപയോഗിക്കുന്ന ഡിസൈൻസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്കിതിനെ ടോട്ടലായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? Then a persistent set is a set that can be written out to stream, then read back it later, possibly by different applications. അപ്പോൾ LSPയുടെ കേസ് എടുക്കുമ്പോൾ എ പെർസിസ്റ്റന്റ് സെറ്റ് എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് വരും. ഇറ്റ് ഈസ് എ സെറ്റ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഔട്ട് ടു എ സ്ട്രീം and then read back later, possibly by different applications. അപ്പം നമുക്ക് വേണ്ടി വരുന്ന ഈ ഡിറൈവ്ഡ് ക്ലാസ്സസ് പോലുള്ള സാധനങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് എ സ്ട്രീം. സ്ട്രീം എന്ന് പറഞ്ഞാൽ വൺ ആഫ്റ്റർ അനദർ. എന്നിട്ട് ഇതിനെ നമുക്ക് ആവശ്യമുള്ള ഫോമിൽ നമുക്കതിനെ പിന്നീട് വിളിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. An LSP compliant solution can be created by factoring instead of deriving. അപ്പോൾ ഡിറൈവ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ യൂസ് ദ മെത്തേഡ് ഓഫ് ഫാക്ടറിങ്. നമ്മൾ റീഫാക്ടറിങ് എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ? മെത്തേഡ്സ് ഫോർ ഇംപ്ലിമെന്റിങ് LSP ആണ് ഈ പറയുന്നത്. ഒന്ന്, വി ക്യാൻ യൂസ് ഇറ്റ് ബൈ റീഫാക്ടറിങ്. നമുക്ക് റീഫാക്ടറിങ് ഉപയോഗിച്ച് ചെയ്യാം. അതിന് റീഫാക്ടറിങ്ങിന് പകരം നമ്മൾ ആദ്യം തന്നെ ഇതിനെ ഫാക്ടർ ചെയ്ത് ചെയ്യാം. ഡിറൈവ് ചെയ്യുന്നതിന് പകരം ഫാക്ടർ ചെയ്ത് ചെയ്യാം. കൺഫർമൻസ് ടു LSP ഷുഡ് നോട്ട് ബി സറണ്ടേർഡ് ലൈറ്റ്ലി. ഇതിനെ ഒരു ലൈറ്റായിട്ട് ഒരു കൺഫർമൻസ് LSP കൺഫർമൻസ് എന്ന് പറയുന്നത് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലൈറ്റായിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾ കാണരുത്. The guarantee that a subclass will always work where its base class are used in a powerful way to manage complexity. അപ്പോൾ ഇതൊരു കോംപ്ലക്സിറ്റി മാനേജ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു മെക്കാനിസമാണ്. മോസ്റ്റ് കൺസിഡർ ഈച്ച് സബ് ക്ലാസ് ഇൻഡിവിജ്വലി. എല്ലാവരും സബ് ക്ലാസ്സിനെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് കാണുന്നത്. ഫാക്ടറിങ് ഈസ് ഡിസൈൻ ടൂൾ that is best applied before there is much more code written. അപ്പോൾ കോഡുകൾ പൂർണ്ണമായി അല്ലെങ്കിൽ കോഡുകൾ എഴുതുന്നതിന് മുമ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് ഇതെന്ന് പറയുന്നത് ഫാക്ടറിങ് എന്ന് പറയുന്നത്. We can state that if a set of classes all support a common responsibility, then should inherit that responsibility from a common subclass. അപ്പോൾ we can state that if a set of classes all support a common responsibility, ഒരുപാട് ക്ലാസ്സുകൾ ഒരു കോമൺ റെസ്പോൺസിബിലിറ്റിയെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ എല്ലാം കൂടി ചേർത്ത് ഒരു കോമൺ സബ് ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാം. സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒറ്റ ക്ലാസ് മതിയാവും. ഈ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്തിട്ട് ഓരോന്നിനും ആവശ്യമുള്ള രീതിയിൽ നമുക്കതിനെ മാറ്റാൻ പറ്റും. ഇഫ് എ കോമൺ സൂപ്പർ ക്ലാസ് ഡസ് നോട്ട് ആൾറെഡി എക്സിസ്റ്റ്, ക്രിയേറ്റ് വൺ ആൻഡ് മൂവ് ദി കോമൺ റെസ്പോൺസിബിലിറ്റീസ് ടു ഇറ്റ്. അതല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം മേളിൽ ഈ കോമൺ ആയിട്ടുള്ള സംഗതികൾ ചെയ്തിട്ട് അതിനെ കോൾ ചെയ്യാനുള്ള പ്രോസസ്സ് ഉപയോഗിക്കും. Then heuristics and conversations. Heuristics എന്താണെന്ന് അറിയാമല്ലോ. We will have more than one solutions, find the best and then use different conversions.
കൺവെൻഷൻസ്, നിങ്ങൾക്ക് കുറേ കൺവെൻഷൻസ് ഉണ്ട്. ആ കൺവെൻഷൻസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺവെൻഷൻസ് ഉണ്ട്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺവെൻഷൻസ് ഉപയോഗിക്കാം. ദെൻ ഡീജനറേറ്റ് ഫങ്ഷൻസ് ഇൻ ഡെറിവേറ്റീവ്സ്. Degenerate the functions in derivatives. The presence of degenerate function in derivatives is not always indicative of LSB violation, but it's worth looking at when they occur. അപ്പോൾ നിങ്ങളുടെ ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യുക, ഫങ്ഷൻസിനെ ഡീജനറേറ്റ് ചെയ്യുക ഇൻ ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ചിട്ട് റീജനറേറ്റ് ചെയ്യാം, ഡീജനറേറ്റ് ചെയ്യുക. എന്തിനാ വെച്ചാൽ ഡീജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. ദിസ് ഈസ് നോട്ട് ഓൾവേസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ആൻ LSB വയലേഷൻ. ഇതൊരു LSB വയലേഷൻ ആണ്. നോട്ട് ഓൾവേസ്, എപ്പോഴും ഒരു ഇൻഡിക്കേറ്റീവായിട്ട് വരണമെന്നില്ല. ബട്ട് ഇറ്റ് ഈസ് വർത്ത് ലുക്കിംഗ് അറ്റ് വെൻ ദേ ഒക്കർ. ഇത് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ത്രോയിങ് എക്സെപ്ഷൻസ് ഫ്രം ഡെറിവേറ്റീവ്സ്. ഇൻ അഡീഷൻ ഓഫ് എക്സെപ്ഷൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ടു മെത്തേഡ്സ്, ഏതെങ്കിലും മെത്തേഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള മെക്കാനിസമാണ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ഓഫ് എക്സെപ്ഷൻസ് ടു മെത്തേഡ്സ് ഓഫ് ഡിറൈവ്ഡ് ക്ലാസ്സസ് ഹൂസ് ബ്ലേസ് ക്ലാസ് വോണ്ട് ത്രോ ദം. ഇപ്പോൾ ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിങ്ങൾ എക്സെപ്ഷൻസ് എഴുതിയിട്ടുണ്ട്. ഹൂസ് ബേസ് ഡസ് നോട്ട് ത്രോ ദം, അത് ബേസ് അതിനെ ത്രോ ചെയ്യത്തില്ല. If the users of the place class don't expect exceptions, then adding them to the methods of the derivatives is not substitute. അപ്പോൾ ബേസ് ക്ലാസ്സിൽ നിങ്ങളുടെ എക്സെപ്ഷൻസ് ഇല്ല, അത് നിങ്ങൾ പക്ഷേ ഡെറിവേറ്റീവ്സിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ബേസ് ക്ലാസ്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. ഐദർ ദ എക്സെപ്ഷൻസ് ഓഫ് ദ യൂസേഴ്സ് മസ്റ്റ് ബി ആൾട്ടേർഡ് ഓർ ദ ഡിറൈവ്ഡ് ക്ലാസ്സസ് ഷുഡ് നോട്ട് ത്രോ ദി എക്സെപ്ഷൻസ്. അപ്പോൾ ഒന്നുകിൽ യൂസേഴ്സിൻ്റെ ഐദർ ദ എക്സെപ്ഷൻ ഓഫ് ദ യൂസേഴ്സ് മസ്റ്റ് ബി ആൾട്ടേർഡ്, യൂസേഴ്സിൻ്റെ എക്സെപ്ഷൻസ് ആൾട്ടർ ചെയ്യണം. അതല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ആളും എന്തറിയാൻ പാടില്ല, എക്സെപ്ഷൻസ് ചെയ്യാൻ പാടില്ല. So this is the Liskov principle. Then interfaces segregation principle. This states that fine-grained interfaces that are client specific, clientന് സ്പെസിഫിക് ആയിട്ടുള്ള ഇന്റർഫേസുകൾ നമ്മൾ ഫൈൻ-ഗ്രെയിൻഡ് ആയിട്ട് ഉപയോഗിക്കണം. ഇവിടെയാണ് this avoids the disadvantages of fat interfaces. Fat interfaces എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരിടത്ത് കൊണ്ട് എഴുതി വെക്കുന്നതാണ്. A client should be exposed to methods that it doesn't need. അപ്പോൾ ക്ലയന്റിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ക്ലയന്റിനെ എക്സ്പോസ് ചെയ്യരുത്, അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊടുക്കരുത്. Declaring methods in an interface that the client does not need pollutes the interface and leads to a bulky or fat interface. അപ്പോൾ ഒരു യൂസർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൂടെ കുത്തിക്കയറ്റി കൊടുത്താൽ അതിനെ എന്ത് ചെയ്യും, we call it as fat interface എന്ന് വിളിക്കും, അല്ലെങ്കിൽ bulky interface എന്ന് വിളിക്കും. അപ്പോൾ ക്ലയന്റിന് ആവശ്യമുള്ളതെന്തോ അത് മാത്രം കൊടുക്കാം. So fat interfaces are classes whose interfaces are not cohesive. കൊഹിഷൻ എന്താണെന്ന് അറിയാം, അറ്റാച്ച്മെന്റ് ആണ്. രണ്ട് ഇന്റർഫേസുകളുണ്ട്, ഇത് രണ്ടും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റിനെയാണ് നമ്മൾ കൊഹിഷൻ എന്ന് വിളിക്കുക. ഇൻ അതർ വേർഡ്സ്, the interfaces of the class can be broken up into groups of member functions. Then each group serves a different set of clients. അപ്പോൾ ഒരു ക്ലയന്റിന് ആവശ്യമുള്ള ഇന്റർഫേസുകൾ ഒരു സ്ഥലത്തുണ്ടാവണം. ഇയാൾക്ക് വേണ്ടാത്തത് ഇവിടെ വേണ്ട, വേണ്ടുന്നത് മാത്രം മതിയാവും. ഇനി രണ്ടാമത്തെ ഒരു ക്ലയന്റിന് വേറെ ഒരു സെറ്റ് ഓഫ് ഇന്റർഫേസുകളാണെങ്കിൽ യു ടേക്ക് ദാറ്റ് ഇന്റർഫേസസ് ഓവർ ഹിയർ. Thus, some clients uses some group of member functions and other clients uses other member functions. അപ്പോൾ ഇവിടെ ഓരോരുത്തരും ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കും എന്ന് ആണ് പറയുന്നത്. ഇനി ഇന്റർഫേസ് പൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ഒന്ന്, നീഡ്ലെസ് കോംപ്ലക്സിറ്റി ആൻഡ് നീഡ്ലെസ് റിഡൻഡൻസി ആർ ദ പ്രോബ്ലംസ്. അപ്പൊ ആവശ്യമില്ലാത്ത കോംപ്ലക്സിറ്റി, നമ്മൾ പറഞ്ഞല്ലോ കോംപ്ലക്സിറ്റി കുറയ്ക്കണം. ഇതൊരു ബാഡ് ഡിസൈനിന്റെ, ഒരു പുവർ ഡിസൈനിന്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നീഡ്ലെസ് കോംപ്ലക്സിറ്റി, നീഡ്ലെസ് റെപ്പറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു, അതുണ്ടാവാൻ പാടില്ല. ഇന്റർഫേസ് പൊല്യൂട്ടഡ് വിത്ത് മെത്തേഡ്സ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ. ആവശ്യമില്ലാത്ത ഇന്റർഫേസുകളെ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് പൊല്യൂട്ടഡ് ആവും. ഇറ്റ് ഈസ് കെപ്റ്റ് ഓൺലി ഫോർ ബെനിഫിറ്റ് ഓഫ് എ സബ് ക്ലാസ് ഓഫ് ഇറ്റ്. ചില സമയങ്ങളിൽ ഒരു ഇന്റർഫേസ് ഒരു സബ് ക്ലാസ്സിന് വേണ്ടി മാത്രം മെയിൻറ്റെയിൻ ചെയ്തു വെക്കുന്നു.
പലപ്പോഴും ഇത് ആവശ്യമില്ലാത്തതാണ്. Then every time when a derivative needs a method, that method will be added to the base class, which will further fully pollute to the interface. അപ്പോൾ ആ ഒരു interface എന്താണ്, every time when a derivative needs a method, ഒരു ഡെറിവേറ്റീവിന് മെത്തേഡ് ആവശ്യമായി വരുമ്പോൾ that method will be added to the base class. അതെല്ലാം ബേസ് ക്ലാസ്സിൽ കൊണ്ടുപോയി ആഡ് ചെയ്യുന്നു, which will further pollute the interface. അപ്പോൾ ഇന്റർഫേസിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോയി ബേസ് ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അപ്പോൾ ബേസ് ക്ലാസ് മോഡിഫൈ ചെയ്യപ്പെടുകയാണ്. സോ ദിസ് ലീഡ്സ് ടു വയലേഷൻ ഓഫ് LSB, ലീഡിങ് ടു മെയിൻ്റനൻസ് ആൻഡ് റീയൂസബിലിറ്റി. അപ്പോൾ ഇവിടെ പുതിയ ബേസ് ക്ലാസ്സിൽ കൊണ്ടുപോയി ആഡ് ചെയ്യേണ്ട കേസ് വരുമ്പോഴത്തേക്ക് LSB വയലേഷൻ വരുന്നു. Then separate interfaces to be designed for separate clients. ഓരോ സെപ്പറേറ്റ് ക്ലയൻസിന് സെപ്പറേറ്റ് ഇന്റർഫേസുകൾ ക്രിയേറ്റ് ചെയ്യാം. Then some backward forces are applied by the client on interfaces. ഏതെങ്കിലും അത്യാവശ്യം വേണ്ടുന്ന ബാക്ക്വേർഡ് ഫോഴ്സസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ബാക്ക്വേർഡ് ഫോഴ്സസ് ടു അപ്ലൈഡ് ബൈ ക്ലയന്റ് ഓൺ ഇന്റർഫേസ്. അപ്പോൾ ക്ലയന്റിന് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക എന്നുള്ള പ്രിൻസിപ്പിളാണ്. The interface clients should not be forced to depend on methods they do not use. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ അനുവദിക്കരുത്. Clients are forced to depend on methods they do not use, and those clients are subject to changes to those methods. അപ്പോൾ ക്ലയൻസിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊടുക്കരുത്. Result in an advertent coupling between all clients. എല്ലാ ക്ലയന്റുകളെയും തമ്മിൽ കപ്പിൾ ചെയ്യരുത്. The results in an inadvertent coupling between all clients. ഇപ്പോൾ ഇങ്ങനെ സമ്മതിച്ചാൽ എന്താണ്, ക്ലയൻസ് മെത്തേഡ്സിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു കേസിലേക്ക് വന്നാൽ നിങ്ങളുടെ ഇന്റർഫേസുകൾ തമ്മിൽ വല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആവും. ദാറ്റ് ഈസ് കപ്ലിംഗ് വിൽ ഇൻക്രീസ്. അപ്പോൾ അങ്ങനെ കപ്ലിംഗ് ഇൻക്രീസ് ചെയ്താൽ വീണ്ടും അത് പ്രശ്നത്തിലേക്ക് പോകും. When a client depends on a class that contains method that the client does not use but other clients do use, then the client will be affected by the changes that those other clients force upon us. Then segregation is required. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ എല്ലാവരുടെയും കൂടെ ഇതിവിടെ ഒരിടത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ രണ്ടുപേര് ഒരേ സംഗതി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്നിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, രണ്ടിന് വേണ്ടുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് രണ്ടെല്ലാം കൂടെ ഒന്നിച്ച് കയറി കിടക്കുകയാണ്. ഇപ്പം രണ്ടിനൊരു ചേഞ്ച് ആവശ്യമായി വന്നു, ആ ചേഞ്ച് ഒന്നിന് വേണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ രണ്ടിൻ്റെത് ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നിൽ ആ പ്രോബ്ലം വരും. അങ്ങനെ അത് ഒഴിവാക്കണം എന്നാണ് ഇന്റർഫേസ് സെഗ്രിഗേഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. Then a class interface refers to all the implemented public methods of a class. ഇതൊക്കെ നിങ്ങളുടെ പഴയ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രിൻസിപ്പിൾ തന്നെയാണ്. A class interface refers to all the implemented public methods of a class. അപ്പോൾ ഒരു ക്ലാസ് ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പബ്ലിക് മെത്തേഡ്സ് ആണ്. റെഫേഴ്സ് ടു, അത് റെഫർ ചെയ്യുന്നത് എല്ലാം ഒരു ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പബ്ലിക് മെത്തേഡ്സിന്റെ ഒരു ക്ലാസിന്റെ പബ്ലിക് മെത്തേഡ്സിലേക്കാണ്. അപ്പോൾ ഇവിടെ ക്ലാസ് ഇന്റർഫേസ് എന്നൊരു സംഗതി വന്നു. Then next is an object interfaces allow you to create code which specifies which method of a class without having to define how these methods are implemented. ഇത് നമ്മൾ ആദ്യമേ പറയാറുണ്ട്, one object should not know the internals of the other objects. അതുപോലെ തന്നെ the user should not know how the object works internally. അപ്പൊ മെത്തേഡ്സ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയേണ്ട കാര്യമില്ല. അത് കോഡിൽ ഉപയോഗിക്കുമ്പോൾ അത് കോഡായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റണം. The interfaces are defined in some way as a class, but with interface keyword replacing the class keyword and without any of the methods having their contents defined. ഇവിടെ എന്താണ്, ഇന്റർഫേസസ് ആർ ഡിഫൈൻഡ് ഇൻ ദ സെയിം വേ ആസ് ക്ലാസ്. ഇന്റർഫേസുകളെയും എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത്, ക്ലാസ് പോലെ തന്നെയാണ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. ബട്ട് ദ ഇന്റർഫേസ് കീവേഡ് റീപ്ലേസിംഗ് ദ ക്ലാസ് കീവേഡ് ആൻഡ് വിത്തൗട്ട് എനി ഓഫ് ദ മെത്തേഡ്സ് ഹാവിംഗ് ദെയർ കണ്ടന്റ്സ് ഡിഫൈൻഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇന്റർഫേസ് ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫൈൻ ചെയ്യുന്നത് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത് പോലെ തന്നെയാണ്, പക്ഷേ ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് ഇന്റർഫേസ് വെച്ച് റീപ്ലേസ് ചെയ്യപ്പെടും. അപ്പോൾ ആൻഡ് വിത്തൗട്ട് എനി മെത്തേഡ്സ് ഹാവിംഗ് ദെയർ കണ്ടന്റ്സ് ഇല്ലാത്ത മെത്തേഡ്സ് ഉണ്ടാവും. ആൾ മെത്തേഡ്സ് ഡിക്ലെയർഡ് ഇൻ ദ ഇന്റർഫേസ് മസ്റ്റ് ബി പബ്ലിക്. ദിസ് ഈസ് ദ നേച്ചർ ഓഫ് ആൻ ഇന്റർഫേസ്. അപ്പോൾ
നിങ്ങൾ റിപ്ലൈ ചെയ്യപ്പെടുന്ന എല്ലാ മെത്തേഡ്സും പബ്ലിക് ആയിരിക്കണം. നോട്ട് ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിക്ലെയർ എ കൺസ്ട്രക്ടർ ഇൻ ആൻ ഇന്റർഫേസ്. നിങ്ങൾ കൺസ്ട്രക്ടറും ഡിസ്ട്രക്ടറും പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് അവിടെ ഒരു കൺസ്ട്രക്ടർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ക്യാൻ ബി യൂസ്ഫുൾ ഇൻ സം കോണ്ടെക്സ്റ്റ്. ചില കോണ്ടെക്സ്റ്റുകളിൽ നമുക്ക് ഇത് യൂസ്ഫുൾ ആവും. ഫോർ എക്സാമ്പിൾ യൂസ് ബൈ ഫാക്ടറീസ്. ചില ഫാക്ടറികളിലൊക്കെ ഫാക്ടറീസ് ഉപയോഗിക്കും. ഇൻ ആൻ ഓബ്ജക്ട് വിച്ച് ഹാസ് ടു സെപ്പറേറ്റഡ് ഇന്റർഫേസസ് യൂസ്ഡ് ബൈ ടു സെപ്പറേറ്റ് ക്ലയൻസ്, those two must be implemented in the same objects, then violated the LSP. അപ്പോൾ ISP ഇതെന്തെന്നറിയാം, ഇത് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു ഓബ്ജക്റ്റ് രണ്ട് ഇന്റർഫേസുകൾ രണ്ട് ക്ലയന്റുകൾ ഉപയോഗിക്കുന്നു. ദി ഓബ്ജക്റ്റ് വിച്ച് ഹാസ് ടു സെപ്പറേറ്റ് ഇന്റർഫേസസ്. ഒരു ഓബ്ജക്റ്റ് രണ്ട് സെപ്പറേറ്റ് ഇന്റർഫേസസ്, രണ്ട് സെപ്പറേറ്റ് ക്ലയൻസ്. ഇത് രണ്ടും ഒരു ഓബ്ജക്റ്റിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. സോ യു ഹാവ് വൺ ഓബ്ജക്റ്റ്, ടു സെപ്പറേറ്റ് ഇന്റർഫേസസ് ഫോർ ടു ക്ലയൻസ്. ഇതെല്ലാം കൂടി നിങ്ങൾ ഒറ്റ ഓബ്ജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കാം? എന്താണ്? ഇന്റർഫേസ് സെഗ്രിഗേഷൻ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യും. കാരണം ഒരെണ്ണത്തിൽ ഒന്ന് മാത്രമേ പാടുള്ളൂ. To avoid this, clients of an object do not need to access it through the interface of the object. They can access it through the delegation or through multiple inheritance. അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യും. Separation through delegation, that is creating an object and placed with delegation. Delegation means ഒരാളിനെ അപ്രൂവ്, അത് ഒരാളിനെ ആഥറൈസ് ചെയ്യും. Then separation through multiple inheritance, that is use multiple inheritance so that they use the same object through separate interfaces. ഒരേ ഓബ്ജക്റ്റ് തന്നെ പല ഇന്റർഫേസുകൾ വെച്ച് ആവശ്യാനുസരണം വിളിക്കുന്ന മെക്കാനിസം. ഇത് നോക്ക്, ATM-ല് നമുക്ക് പലതരത്തിലുള്ള ഓപ്പറേഷൻസ് ഉണ്ട്, ഇന്റർഫേസുകളുണ്ട്. അതായത് സ്ക്രീൻ UIs ഉണ്ട്, ബ്രെയിലി UI ഉണ്ട്, സ്പീച്ച് UI ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ ടച്ച് ആൻഡ് എക്സിക്യൂട്ട്. ഇതും ടച്ച് ആൻഡ് എക്സിക്യൂട്ട് ആണ്, ബട്ട് ഫോർ ദി ബ്ലൈൻഡ്. ദിസ് ഈസ് ഫോർ സ്പീച്ച് എനേബിൾഡ്. ഇവിടെ നോക്കുക, ട്രാൻസാക്ഷൻ, ഡെപ്പോസിറ്റ്. ഇവിടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. ഇതിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, വിഡ്രോവൽ ഉണ്ട്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇന്റർഫേസ് UI ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റ് ഡെപ്പോസിറ്റ് എമൗണ്ട്, റിക്വസ്റ്റ് വിഡ്രോവൽ എമൗണ്ട്, റിക്വസ്റ്റ് ട്രാൻസ്ഫർ എമൗണ്ട്, ഇൻസഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ, ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്സ്. ഇപ്പോൾ ATM ഓപ്പറേഷൻസിനെ നമ്മൾ ഇന്റർഫേസ് സെഗ്രിഗേറ്റ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കുക, ഇവിടെ നമ്മളിത് ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ISP ഉപയോഗിച്ചിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതായിട്ടല്ലേ ഇവിടെ നോക്കുക, ട്രാൻസാക്ഷൻ, നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഡെപ്പോസിറ്റ്, വിഡ്രോവൽ ആൻഡ് ട്രാൻസ്ഫർ. ഡെപ്പോസിറ്റിനനുസരിച്ച് ഡെപ്പോസിറ്റ് എമൗണ്ട് വരും. ദെൻ റിക്വസ്റ്റിനനുസരിച്ച് വിഡ്രോവൽ എമൗണ്ടും ഇൻസഫിഷ്യൻ്റ് ആണെങ്കിൽ അത് കാണിക്കും. ട്രാൻസ്ഫർ ആണെങ്കിൽ എത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നും കാണിക്കും. അപ്പം ഇത് ഇത്രയും ഇന്റർഫേസ് പ്രത്യേകമായിട്ട് ചെയ്തിരിക്കുകയാണ്, ഒരു പബ്ലിക് ക്ലാസ് മെക്കാനിസത്തിൽ ചെയ്തിരിക്കുകയാണ്. ഇതിലെല്ലാം കിടപ്പുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ആവശ്യാനുസരണം ഓരോ ക്ലയന്റിനും ആവശ്യമായത് മാത്രം കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ദിസ് ഈസ് ദ വേ ദി ISP ഈസ് ഇംപ്ലിമെന്റഡ്. ദ ലാസ്റ്റ് വൺ ഈസ് ദി ഡിപ്പെൻഡൻസി ഇൻവേർഷൻ പ്രിൻസിപ്പിൾ ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അബ്സ്ട്രാക്ഷൻസ്, നോട്ട് ഓൺ കോൺക്രീഷൻസ്. അപ്പോൾ കോൺക്രീറ്റ് ക്ലാസ്സുകളുണ്ട്, അബ്സ്ട്രാക്ട് ക്ലാസ്സുകളുണ്ട്. അല്ല, അബ്സ്ട്രാക്ട് മെക്കാനിസം ഉണ്ട്, കോൺക്രീറ്റ് മെക്കാനിസംസും ഉണ്ട്. അപ്പോൾ ഇത് ഡിപ്പെൻഡിങ് ഓൺ അബ്സ്ട്രാക്ഷൻസ്, നോട്ട് ഓൺ കോൺക്രീഷൻസ്. ഹൈ ലെവൽ മോഡ്യൂൾസ് ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ലോ ലെവൽ മോഡ്യൂൾസ്. അപ്പോൾ ഹൈ ലെവൽ നിങ്ങൾ പറയുന്ന മോഡ്യൂൾസ്, ഇറ്റ് ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ലോ ലെവൽ മോഡ്യൂൾസ്. താഴെയുള്ള മോഡ്യൂളുകളെ ഡിപ്പെൻഡ് ചെയ്യരുത്. ബട്ട് ബോത്ത്
should depend on the abstractions. ഇത് രണ്ടും abstractions, അതായത് ടോപ്പ് ലെവലിലുള്ള അബ്സ്ട്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യണം. Abstractions should not depend on detail. ഇപ്പൊ ഈ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന താഴെ നിങ്ങൾക്ക് വരുന്ന ഒരു ഡീറ്റെയിലിനെ ഡിപ്പെൻഡ് ചെയ്ത് പറ്റരുത്. ബട്ട് ഡീറ്റെയിൽസ് ഷുഡ് ഡിപ്പെൻഡ് ഓൺ ദി അബ്സ്ട്രാക്ഷൻസ്. ഒരു സർക്കുലർ മെക്കാനിസം ആണ്. ഹൈ ലെവൽ മോഡ്യൂൾസ് ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ലോ ലെവൽ മോഡ്യൂൾ. നിങ്ങളുടെ മോഡ്യൂൾസിൽ ഹൈ ലെവൽ മോഡ്യൂള് താഴെയുള്ള മോഡ്യൂളിനെ അല്ലെങ്കിൽ ലോ ലെവൽ മോഡ്യൂളുകളെ ഡിപ്പെൻഡ് ചെയ്യരുത്. ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ടത് മേളിലുള്ള അബ്സ്ട്രാക്ഷനാണ്. അബ്സ്ട്രാക്ഷൻ ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഡീറ്റെയിൽ. അബ്സ്ട്രാക്ഷൻസ് താഴെയുള്ള ഡീറ്റെയിലുകളെ റെപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യരുത്. പക്ഷെ ഡീറ്റെയിൽസ് എല്ലാം എവിടെ ഡിപ്പെൻഡബിൾ ആയിരിക്കണം? അബ്സ്ട്രാക്ഷൻസിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. അതായത് അബ്സ്ട്രാക്ഷനിൽ ഇല്ലാത്ത ഒരു സാധനം ഡീറ്റെയിലിൽ വരാൻ പാടില്ല എന്നർത്ഥം. Then dependency inversion can be applied. Dependency inversion can be applied wherever one class sends message to another. ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിലേക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ മെസ്സേജിങ്, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഡിപ്പെൻഡൻസി ഇൻവേർഷൻ അപ്ലൈ ചെയ്യണം. Dependency inversion often confused with the dependency injection. ചിലപ്പോൾ ഇത് ഡിപ്പെൻഡൻസി ഇൻജക്ഷനുമായിട്ട് കൺഫ്യൂസ് ചെയ്യപ്പെടാം. ഈ ഡിപ്പെൻഡൻസി ഇൻജക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ബിൽഡിംഗ് ക്ലാസ്സസ് that are converted to use abstractions of third-party objects so that concrete objects can be changed at will without needing rewrite your code. അപ്പോൾ ഒരു തേർഡ് പാർട്ടി ഓബ്ജക്റ്റുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോൺക്രീറ്റ് ഓബ്ജക്റ്റുകളെ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രാം റീറൈറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ആ തേർഡ് പാർട്ടി ഇംപ്ലിമെന്റേഷനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്പെൻഡൻസി ഇൻജക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്. ദ ഡിപ്പെൻഡൻസി സ്ട്രക്ചർ, ഒരു സെക്കൻഡ്, dependency structure of a well-designed object-oriented program is inverted with respect to the dependency structure that normally results from traditional procedural methods. ഇതൊന്ന് നോക്കണം. The dependency structure of a well-designed object-oriented program is inverted with respect to the dependency structure that normally results from traditional procedural methods. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ a well-structured object-oriented architecture have clearly defined layers, with each layer providing some coherent set of services through a well-defined and controlled interfaces. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആർക്കിടെക്ചറിന് വളരെ ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ലെയേഴ്സ് ഉണ്ടാവും. ഓരോ ലെയറുകളും ഒരു കൊഹിയറന്റ്, അതായത് ക്ലോസ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സർവീസസ് കൊടുക്കും ത്രൂ എ വെൽ ഡിഫൈൻഡ് കൺട്രോൾ ഇന്റർഫേസ്. ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് വെച്ച് അത് കൊടുക്കും. So, a naive interpretation of this statement might lead a designer to produce a structure. അപ്പോൾ ഇതൊരു ഒരു പുതിയ ഒരാൾ വന്നാൽ ഒരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു പുതിയ ഇന്റർപ്രിട്ടേഷൻ, ഒരു പുതിയ ആളിന് ഒരു ഇന്റർപ്രിട്ടേഷൻ കിട്ടും. എന്താണ് ഒരു പുതിയ ഇന്റർപ്രിട്ടേഷൻ കിട്ടും? എ നെയ്വ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദിസ് സ്റ്റേറ്റ്മെന്റ്, ഒരു പുതിയ ഒരു സ്റ്റാൻഡേർഡ് ഇന്റർപ്രിട്ടേഷൻ ഇതിന് നമുക്കൊരു ഡിസൈനർക്ക് കൊടുക്കാൻ പറ്റും. ഒരു സ്ട്രക്ചർ, ഒരു പോളിസി ഉണ്ട്, ഒരു മെക്കാനിസം ഉണ്ട്, ഒരു യൂട്ടിലിറ്റി ലെയർ ഉണ്ട്. ഇതിനെ ഈ ഡയഗ്രാം നമ്മൾ കണ്ടുവല്ലോ. ഹാവ് യു സീൻ? ഐ തിങ്ക് യു ഹാവ്. നമ്മൾ ഈ ഡയഗ്രാം കണ്ടു. ഏതാണ് ഈ ഡയഗ്രാം?
ഈ ഡയഗ്രാം നമ്മൾ കണ്ടു. ഇനി the high level policy level uses a lower level mechanism. ഇവിടെ കണ്ടില്ലേ, ഇതൊരു ഹയർ ലെവലിലുള്ളതാണ്. ഇത് പോളിസി ഹയർ ലെവലിലാണ്, മെക്കാനിസം അതിൻ്റെ താഴെയാണ്, യൂട്ടിലിറ്റി അതിനും താഴെയാണ്. സോ മേളത്തെ ഈ ഡയഗ്രത്തിൽ പോളിസിക്ക് കീഴെ മെക്കാനിസം വരുന്നു, മെക്കാനിസത്തിന് കീഴെ യൂട്ടിലിറ്റി വരുന്നു. ദി ഹൈ ലെവൽ ഇവിടെ നോക്കുക, ദി ഹൈ ലെവൽ policy layer uses a lower level medium layer, which in turn uses a detailed level called utility layer. While this may look appropriate, this has a dangerous characteristic that the policy layer is sensitive to changes all the way down to the utility you have to change. അപ്പോൾ മേളിൽ ഈ ഒരു ലിങ്കിൽ ഇങ്ങനെയുള്ള ഒരു ലെയറിങ്ങിൽ മുകളിലത്തെ ഒരു ലെയറിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ താഴെ അറ്റം വരെ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ആ ചേഞ്ച് വേണ്ടി വരും. അപ്പോൾ ഏറ്റവും മുകളിലുള്ള പോളിസി ലെയർ ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ യൂട്ടിലിറ്റി ലെയർ. കാരണം ഇവിടെ ചേഞ്ച് ചെയ്താൽ ഇവിടെ ചേഞ്ച് ചെയ്യണം, ഇൻറ്റേൺ ഇവിടെ ചേഞ്ച് ചെയ്യണം. അത് നമ്മൾ ട്രാൻസിറ്റീവ്നെസ് പറയുന്നത് എങ്ങനെയാണ്, എ ഈസ് ഈക്വൽ ടു ബി, ബി ഈസ് ഈക്വൽ ടു സി, അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു സി. അപ്പോൾ ഇവിടെ വരുന്ന ഒരു പോളിസി ചേഞ്ച് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്ടിലിറ്റി ചേഞ്ച് വരെ വ്യത്യാസം വരും. അപ്പം ഇതിനെ ഒഴിവാക്കാൻ നമ്മളൊരു പുതിയ മെക്കാനിസം കൊണ്ടുവരുന്നു. എന്താണ്? ദിസ് ഷോസ് എ മോർ അപ്രോപ്രിയേറ്റഡ് മോഡൽ. ഈച്ച് ഓഫ് ദി അപ്പർ ലെവൽ ഡിക്ലെയർസ് ആൻ ആബ്സ്ട്രാക്ട്. അതാണ്ട് ഇവിടെ ഒരു പോളിസി ലെയർ വന്നു, ഇതിൽ ഒരു പോളിസി സർവീസ് ഇന്റർഫേസ് കൊണ്ടുവന്നു. ഇന്റർഫേസ് ഫോർ ദ സർവീസസ് ദാറ്റ് ഇറ്റ് നീഡ്സ്. അതിൻ്റെ സർവീസുകൾക്ക് നമ്മളൊരു ഇന്റർഫേസ് കൊണ്ടുവന്നു. The lower layers can then realized from these abstract interfaces. അപ്പോൾ ഈ മെക്കാനിസം ലെയറിലേക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് എവിടുന്ന് വന്നോളും, ഇതിലെ ആ ഒരു പർട്ടിക്കുലർ സർവീസ് മാത്രം ഇംപ്ലിമെന്റ് ചെയ്യും. ഇനി അതുപോലെ തന്നെയാണ്, അപ്പോൾ ഈച്ച് ഹയർ ലെവൽ ക്ലാസ് യൂസസ് ദ നെക്സ്റ്റ് ലോവർ ത്രൂ ദി അബ്സ്ട്രാക്ട് ഇന്റർഫേസ്. അപ്പോൾ ഇവിടെ ഒരു ഇന്റർഫേസ് വന്നു. ഏതാണ്? മെക്കാനിസം ലെയറിൽ നമ്മളൊരു പുതിയ സാധനത്തിനെ കൊണ്ടുവന്നു, ഒരു ഇന്റർഫേസിനെ സർവീസിനെ കൊണ്ടുവന്നു. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ദി അപ്പർ ലെയേഴ്സ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ലെയേഴ്സ്. അപ്പർ ലെയേഴ്സ് മറ്റുള്ള ലെയറുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പകരം അത് എന്ത് ചെയ്യണം, ദ ലോവർ ലെവൽ ഡിപ്പെൻഡ്സ് ഓൺ ദി അബ്സ്ട്രാക്ട് സർവീസസ് ഡിക്ലെയർഡ് ഇൻ ദി അപ്പർ ലെയേഴ്സ്. അപ്പൊ ഇവിടെ മെക്കാനിസത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഇതിൽ ഇന്റർഫേസ് ലെയറിൽ നിന്ന് എടുത്തോളും, സോറി ഇതിന്റെ പോളിസി ഇന്റർഫേസിൽ നിന്ന് എടുത്തോളും. അതുപോലെ യൂട്ടിലിറ്റിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ഇത് മെക്കാനിസത്തിൽ നിന്ന് എടുത്തോളൂ. ഇനി യൂട്ടിലിറ്റിക്ക് താഴെ ഒരു പുതിയ തുറണ്ണം ഉണ്ടെങ്കിൽ അതും ഏതിലേക്ക് പോയി എടുക്കാൻ പറ്റും, ഇതിൽ നിന്ന് ഇതിന്റെ മെക്കാനിസം യൂട്ടിലിറ്റിയിൽ ഡിഫൈൻ ചെയ്യുന്ന ഇന്റർഫേസിൽ നിന്ന് എടുക്കാൻ പറ്റും. സോ നോട്ട് ഓൺലി ഇൻ ദിസ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഓഫ് പോളിസി ലെയർ ഓൺ യൂട്ടിലിറ്റി ലെയർ ബ്രോക്കൺ, ബട്ട് ഈവൻ ദ ഡയറക്റ്റ് ഡിപ്പെൻഡൻസി ഓഫ് ദി പോളിസി ലെയർ ഓൺ മെക്കാനിസം ലെയർ ഈസ് ഓൾസോ ബ്രോക്കൺ. അപ്പൊ ഇവർ തമ്മിലുള്ള ഈ ഓരോ ലെയറുകളും തമ്മിലുള്ള ഡിപ്പെൻഡൻസി ബ്രേക്ക് ചെയ്തു. Then how to inversion of ownership. The inversion is not just on dependency, it is also one of interface ownership. അപ്പോൾ ഇൻവേർഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസിയെ മാത്രമല്ല അതിൻ്റെ ഓണർഷിപ്പിലും ഡിപ്പെൻഡൻ്റ് ആണ്. ഓഫൺ തിങ്ക് ഓഫ് യൂട്ടിലിറ്റി ലൈബ്രറീസ് ആസ് ഓയിങ് ദെയർ ഓൺ ഇന്റർഫേസസ്. അപ്പോൾ ചില യൂട്ടിലിറ്റി ലൈബ്രറീസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഇന്റർഫേസുകൾ ഉണ്ടാവണം. ബട്ട് വെൻ ദ ഡിപ്പെൻഡൻസി ഇൻവേർഷൻ പ്രിൻസിപ്പിൾ ഈസ് അപ്ലൈഡ്, it is found that the clients tend to own the abstract interfaces and that their services derived from them. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻസി ഇൻവേർഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ക്ലയൻസും അവരുടെ അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഓണർഷിപ്പ് പിടിച്ചു വെക്കും. ശരിക്കും അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ് അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണ്? നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കയ്യിൽ നിൽക്കും എന്നർത്ഥം. അപ്പൊ ഇതിന് ചിലപ്പോൾ ഹോളിവുഡ് പ്രിൻസിപ്പിൾ എന്ന് ആണ് പറയുക. ദാറ്റ് ഈസ് കോൾഡ് ഡോണ്ട് കോൾ അസ്,
we will call you. അപ്പോൾ ക്ലയന്റ് ഓണർഷിപ്പിൽ വെക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്റർഫേസുകളെ ക്ലയന്റ് ഓണർഷിപ്പിൽ വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഇന്റർഫേസ് ആ ക്ലയന്റ് ആവശ്യമുള്ളപ്പം വിളിച്ചോളും. So the lower level modules provide the implementation for interfaces that are declared within and called by the upper level modules. Using this inversion of ownership, policy level is unaffected by any of the changes to mechanism layer or utility layer. The lower modules provide implementation of interfaces. അപ്പോൾ ലോവർ ലെവലുകളിലുള്ള അവർ മറ്റവർക്ക് വേണ്ടി മറ്റിടത്തുനിന്ന് കിട്ടാനുള്ളതിൻ്റെ ഇന്റർഫേസ് അവർ ക്രിയേറ്റ് ചെയ്യും, താഴെയുള്ള ആൾക്കാർ. ആൻഡ് കോൾഡ് ബൈ ദറ്റ്. അങ്ങനെയുള്ളപ്പോൾ അപ്പർ ലെവൽ മോഡ്യൂൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഓണർഷിപ്പ് എങ്ങോട്ടേക്ക് പോയി? ഓണർഷിപ്പ് താഴേക്ക് പോയി. അപ്പം പോളിസി ലെയറിലുള്ള ഒരു ഓബ്ജക്റ്റിന്റെ സർവീസിന്റെ ലെയർ ഇതിൽ എന്താണ്? അതിന്റെ ഓണർഷിപ്പ് ആർക്കുണ്ട്? മെക്കാനിസം ലെയറിലുണ്ട്. ദെൻ മോർ ഓവർ, ഇപ്പം മെക്കാനിസം ലെയറോ യൂട്ടിലിറ്റി ലെയറോ വേണമെങ്കിൽ അവർ വിളിച്ചോളും. ദെൻ മോർ ഓവർ, പോളിസി ലെയർ ക്യാൻ ബി റീയൂസ്ഡ് ഇൻ എനി കോണ്ടെക്സ്റ്റ് ദാറ്റ് defines low level modules that conforms to the policy service. അപ്പോൾ ഈ പോളിസി സർവീസസ് ഇനി ഒരു പുതിയൊരു മോഡ്യൂൾ വന്നാലും ആ മോഡ്യൂളിന് ഏത് പോളിസി സർവീസ് ലെയറിന്റെ പോളിസികൾ വിളിക്കാൻ പറ്റും? ഈ പോളിസി ലെയറിന്റെ സർവീസുകളെ വിളിക്കാൻ പറ്റും. Thus, by inverting dependencies, created a structure which is simultaneously more flexible, durable and mobile. So it gives you flexibility, it gives you durability and it gives you mobility. ഇതാണ് ഇൻവേർഷൻ ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റ്. ഇതിന്റെ ഏറ്റവും പ്രധാനം ഡിപ്പെൻഡ് ഓൺ അബ്സ്ട്രാക്ഷൻസ് ആണ്. Very powerful implementation of DIP is simple heuristics, that is depend on abstractions. നേരത്തെ പറഞ്ഞതാണ്. Simply stated, this heuristic represented that it should not depend on concrete classes, that all relationship in program should be terminate on abstract classes or an interface. അപ്പോൾ concrete ക്ലാസുകൾ ഉപയോഗിക്കരുത്, ഡിപ്പെൻഡ് ചെയ്യരുത്. പകരം അബ്സ്ട്രാക്ട് ക്ലാസുകളെ അല്ലെങ്കിൽ ഒരു ഇന്റർഫേസിനെ ഡിപ്പെൻഡ് ചെയ്യണം. According to this heuristics, no variable should hold a pointer or reference to concrete class. Concrete ക്ലാസുകളിലേക്ക് പോയിന്ററോ റെഫറൻസോ പാടില്ല. No class should be derived from a concrete class. ഒരു concrete ക്ലാസ്സിൽ നിന്ന് ഡെറിവേഷൻ പാടില്ല. No method should override an implemented method of any base class. ബേസ് ക്ലാസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്ത മെത്തേഡിനെ ഓവർറൈഡ് ചെയ്യാൻ പാടില്ല. Certainly, this heuristics is usually violated at least once in every program. ഇതിന്റെ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ സംഗതി എപ്പോഴെങ്കിലും ഒരു പ്രോഗ്രാമിൽ വയലേറ്റ് ചെയ്യപ്പെടാം. Somebody has to create the instance of a concrete class and whatever module does that will depend on them. ഇപ്പോൾ ആർക്കെങ്കിലും കോൺക്രീറ്റ് ക്ലാസ് ചേഞ്ച് ചെയ്യേണ്ട ഒരു ഇൻസ്റ്റൻസ് ചേഞ്ച് ചെയ്യേണ്ട മെക്കാനിസം വന്നാൽ ആൻഡ് വാട്ട് എവർ മോഡ്യൂൾ ഡസ് ദാറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദം. അപ്പോൾ ഇതിന് ഈ കോൺക്രീറ്റ് ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ സംഗതികളും പിന്നെ മോഡിഫൈ ചെയ്യേണ്ടി വരും. There is no reason to follow this heuristic for classes that are concrete but not volatile, non-volatile. There is no reason to follow this heuristic. ഈ heuristic follow ചെയ്യേണ്ട കാര്യമില്ല. ഏതിനാണ്? For classes that are concrete ക്ലാസുകളാകാം but non-volatile. That means persistent concrete objectകൾക്ക് concrete objectsകൾക്ക് ഈ heuristic ബാധകമാക്കണ്ട. If a concrete class is not going to change very much and no other similar derivatives are going to be created, then it is very little harm to depend on it. അപ്പോൾ derivatives create ചെയ്യാതിരിക്കോ വളരെ ചേഞ്ചസ് ഇല്ലാതിരിക്കോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ കോൺക്രീറ്റ് ക്ലാസ്സിനെ അതിലേക്ക് അറ്റാച്ച് ചെയ്യാം എന്നാണ് പറയപ്പെടുന്നത്. In most systems, the classes that describe a string is describes a string is concrete.
In most of the systems, the class that describes a string is concrete. അപ്പോൾ അത് കോൺക്രീറ്റ് ആവാനാണ് സാധ്യത. ഏതാണ് സ്ട്രിങ്ങിനെ ഒരു സ്ട്രിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എപ്പോഴും കോൺക്രീറ്റ് ക്ലാസ് വെച്ചായിരിക്കും. In Java, for example, it is the concrete class string. This class is not volatile. This does not change very often. Therefore, this does not have to depend directly on it. അപ്പോൾ പറഞ്ഞു വരിക്കുന്നിടത്ത് സ്ട്രിങ് ഡിഫൈൻ ചെയ്യുന്ന കോൺക്രീറ്റ് ക്ലാസ്സുകളെ നമുക്ക് ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. However, most concrete classes that we write as part of an application program are volatile. അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് വേണ്ടി എഴുതുന്ന കോൺക്രീറ്റ് ക്ലാസ്സുകൾ വോളറ്റൈൽ ആണ്, അതായത് ഡിസപ്പിയർ ചെയ്യാൻ പറ്റുന്നതാണ്. In these concrete classes that do not want to depend on directly on. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ അതിന് ഡയറക്റ്റ് ഡിപ്പെൻഡൻസി പാടില്ല. ദിസ് വോളറ്റിലിറ്റി ക്യാൻ ബി ഐസൊലേറ്റഡ് ബൈ കീപ്പിംഗ് ദം ബിഹൈൻഡ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ്. അപ്പോൾ ഇങ്ങനെ വരുന്ന വോളറ്റിലിറ്റി, ആ ഡിസപ്പിയറൻസ് നമുക്ക് ഒഴിവാക്കാം. ഇങ്ങനെ ചെയ്താലാണ് ഒരു അബ്സ്ട്രാക്ട് ഇന്റർഫേസിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഈ വോളറ്റിലിറ്റി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദിസ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് സൊല്യൂഷൻ. ഇതൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല. There are times when the interfaces of a volatile class must change. അപ്പോൾ ഇങ്ങനെ ഒരു വോളറ്റൈൽ ക്ലാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇന്റർഫേസ് ചേഞ്ച് ചെയ്യേണ്ട കേസുകൾ വരും. And this change must be propagated to the abstract interface that represents the class. അപ്പോൾ ഇതെന്താ സംഭവിക്കുക, ഇങ്ങനെയുള്ള വരുന്ന ചേഞ്ചസ് അബ്സ്ട്രാക്ട് ഇന്റർഫേസ്, ആ ക്ലാസ്സിന് വേണ്ടി എഴുതിയിരിക്കുന്ന അബ്സ്ട്രാക്ട് ഇന്റർഫേസിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പോൾ അതും പ്രശ്നം ഉണ്ടാക്കും. Such changes break through the isolation of the abstract interfaces. അപ്പോൾ ഇതിനെ ചേഞ്ചസ് ബ്രേക്ക് ത്രൂ ദി ഐസൊലേഷൻ ഓഫ്, അപ്പോൾ അത് ഈ ഐസൊലേറ്റ് നമ്മൾ പ്രത്യേകം എഴുതിയിരിക്കുന്ന ഈ അബ്സ്ട്രാക്ട് ക്ലാസ്സുകളെ ബ്രേക്ക് ചെയ്യപ്പെടും. ദിസ് ഈസ് ദ റീസൺ ദാറ്റ് ദ ഹ്യൂറിസ്റ്റിക്സ് ഈസ് എ ബിറ്റ് നെയിം. ഇതൊരു അത്ര സുഖകരമല്ലാത്ത ഒരു സാധനമാണ്. If on the other hand take the longer view that the client classes declare the service interfaces that they need, then the only time the interface will change is when the client needs the change. അപ്പോൾ ഇതിന് പകരം നമ്മൾ ക്ലയന്റിനെ വെച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്താൽ ഈ പ്രോബ്ലം ഉണ്ടാവത്തില്ല. കാരണം എന്താണ്, എപ്പോഴാണോ ക്ലയന്റിന് വേണ്ടി വരുന്നത് അപ്പം മാത്രം അതിനെ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ചേഞ്ചസ് ടു ദിസ് classes that implement the abstract interfaces will not affect the client. അപ്പോൾ മറ്റുള്ള ക്ലയൻസുകളെ ഇത് അഫക്റ്റ് ചെയ്യിക്കത്തില്ല. ദെൻ ഇപ്പോൾ അതിനകത്ത് ഒരു പ്രശ്നം കൂടെ ഉണ്ട്, ഫൈൻഡിങ് ദി അണ്ടർലൈങ് അബ്സ്ട്രാക്ഷൻ. ഏത് അബ്സ്ട്രാക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനാണ് it is the abstraction that underlines the application, the trust that do not vary when data changed. അപ്പോൾ ഇത് it is the abstraction that underlines the application. The abstraction that underlies the application. അപ്പോൾ അബ്സ്ട്രാക്ഷൻ ആണ് മുകളിൽ വരുന്നത്. It is the system inside the system. എന്താണ് ഈ അബ്സ്ട്രാക്ഷൻ എന്നുള്ളതാണ് ഈ പറയുന്നത്. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ it is the system inside a system, that is it's a metaphor. ഒരു മെറ്റഫർ ആണ്. എന്താണ് ഈ മെറ്റഫർ എന്ന് പറഞ്ഞാൽ, മെറ്റഫർ states that one thing is another thing. ഒരു സംഗതി മറ്റൊന്നാണ് എന്ന് പറയപ്പെടുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ് ഈ മെറ്റഫർ എന്ന് പറയുന്നത്. It equates those two things not because they actually are the same. രണ്ട് സംഗതികൾ ഒരേപോലെ അല്ല, പക്ഷെ അത് ഒരേപോലെയാണ് എന്ന് പറയപ്പെടുന്നതാണ്. But for the sake of comparison or symbolism or for better understanding. ഇപ്പൊ ഞാൻ പറയട്ടെ, അബ്സ്ട്രാക്ഷൻ ശരിക്കും ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ അബ്സ്ട്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വരുന്നതാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എന്ത് പറയും, അബ്സ്ട്രാക്ഷൻ തന്നെയാണ് ആപ്ലിക്കേഷൻ നമ്മൾ പറയും. ദാറ്റ് ഈസ് കോൾഡ് സിസ്റ്റം ഇൻസൈഡ് ദ സിസ്റ്റം. The underlying abstraction is to detect the gesture from a user and relay that gesture to the target object. അപ്പോൾ ഒരു അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു യൂസർ എന്താണോ വേണ്ടത് അതിനെ എടുത്തിട്ട്
അതിനെ നിങ്ങളുടെ ടാർഗറ്റ് ഓബ്ജക്റ്റിലേക്ക് പാസ് ചെയ്യിക്കപ്പെടുന്ന മെക്കാനിസമാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. The mechanism used to detect the user gesture is irrelevant. അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് ഈ ടാർഗറ്റ് ഒബ്ജക്റ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. Then the target object is also irrelevant. There are details that do not impact the abstraction. അപ്പൊ ഇവിടെ അബ്സ്ട്രാക്ഷൻ ഇത് ഒരു ഇൻസൈഡ് ദ സിസ്റ്റം ആയിട്ടാണ് പറയുന്നത്. അപ്പം നമുക്കിവിടെ ദ മെക്കാനിസം യൂസ്ഡ് ടു ഡിറ്റക്ട് ഇത് ദി അണ്ടർലൈൻ അബ്സ്ട്രാക്ഷൻ ഈസ് ടു ഡിറ്റക്ട് ഗെസ്റ്റർ ഫ്രം എ യൂസർ ആൻഡ് റിലേ ദറ്റ് ഗെസ്റ്റർ ടു ദി ടാർഗറ്റ് ഒബ്ജക്റ്റ്. ഇതാണ് ഇതിന്റെ പർപ്പസ്. അപ്പോൾ നമുക്കൊരു അബ്സ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ ദ മെക്കാനിസം യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ഗെസ്റ്റർ ഈസ് ഇറലവൻറ്റ്, ഒബ്ജക്റ്റ് ടാർഗറ്റ് ഒബ്ജക്റ്റ് ഇറലവൻ്റ് ആണ്. കാരണം ഇതെല്ലാം എവിടെ വരും? എവറിഥിങ് വിൽ കം ഇൻ ദി അബ്സ്ട്രാക്ഷൻ. സോ ദീസ് ആർ ഡീറ്റെയിൽസ് ദാറ്റ് ഡു നോട്ട് ഇമ്പാക്ട് ദി അബ്സ്ട്രാക്ഷൻസ്. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികളൊന്നും എന്തിനെ അഫക്റ്റ് ചെയ്യത്തില്ല? ഈ അബ്സ്ട്രാക്ഷനെ അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പൊ അബ്സ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഈ രണ്ട് സംഗതികളും ഒന്നിച്ച് നടക്കപ്പെടും. സോ ദി ഇൻവേർഷൻ ഓഫ് ഡിപ്പെൻഡൻസീസ് ക്യാൻ ബി മെയ്ഡ് ബൈ ദ യൂസ് ഓഫ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് പോളിമോർഫിസം. ഇപ്പോൾ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് പോളിമോർഫിസം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് വായിച്ചോളാം. ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ ബിൽറ്റ് ഓൺ ഡിഫറെന്റ് ഫണ്ടമെന്റൽ അബ്സ്ട്രാക്ഷൻസ്. അപ്പോൾ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ തരത്തിലുള്ള ഫണ്ടമെന്റൽ അബ്സ്ട്രാക്ഷൻസ് ആണ്. It used to be the case that there are popular language built on top of a wider variety of underlying abstractions. Many of the languages took a single underlying abstraction. Example is Smalltalk, which made everything an object, including its own stack frames, etc. Then ചിലത് പ്രൊലോഗ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രെഡിക്കേറ്റ് ലോജിക് എന്ന് പറയുന്ന മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ്. അത് ഫോർത്ത് ആൻഡ് ഹാർഡ് എ സ്റ്റാക്ക് ആൻഡ് വേർഡ്സ്. ഇതിപ്പോൾ ലിസ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം നമുക്കൊരു ഈ പ്രെഡിക്കേറ്റ് ലോജിക് ഉപയോഗിച്ചിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ലിസ്പ് വാസ് ബിൽറ്റ് ഓൺ എ ലിസ്പ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഉണ്ട്. ഇപ്പം നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് സ്മോൾ ടാക്ക് ആണ്, ദെൻ രണ്ടാമത്തേത് പ്രൊലോഗ് ആണ്. പ്രൊലോഗ് എന്ത് വെച്ചിട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? പ്രൊലോഗ് യൂസസ് പ്രെഡിക്റ്റേറ്റ് ലോജിക്. ലിസ്പ് യൂസ് ചെയ്യുന്നത് റിക്കർസീവ് ഫങ്ഷൻ ബേസ് ആണ്. അങ്ങനെ പലതരത്തിലുള്ള അബ്സ്ട്രാക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുന്നുണ്ട് എന്താണ്? ദ നൈസ് തിങ് അബൌട്ട് എ സിംഗിൾ ബേസ് അബ്സ്ട്രാക്ഷൻ ലാംഗ്വേജ് വാസ് ദാറ്റ് ദേ എൻകറേജ്ഡ് യു ടു ഗെറ്റ് ഇൻ ടു സ്പെസിഫിക് മൈൻഡ് സെറ്റ് ആൻഡ് ഡിഡ് നോട്ട് റിക്വയർ എ ലോട്ട് ഓഫ് അബ്സ്ട്രാക്ഷൻ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. പലതരത്തിലുള്ള കോണ്ടെക്സ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട എന്നുള്ള പ്രത്യേകതയാണ് ഏതിനുള്ളത്? നിങ്ങളുടെ ഒരു സിംഗിൾ ബേസ് അബ്സ്ട്രാക്ഷൻ ഉപയോഗിച്ചാൽ കിട്ടുന്നത്. Then after a while you could sort of field the abstraction in your bones. You always knew the right way to approach problems. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, അബ്സ്ട്രാക്ഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ്? ബിക്കോസ് ദേ ആർ ബേസിക്കലി ജസ്റ്റ് വൺ വേ. അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. People cared about violations of the abstractions. Many were never happy with the way പ്രൊലോഗ് സപ്പോർട്ടഡ് നോൺ ലോജിക്കൽ ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മളീ പറഞ്ഞു നേരത്തെ പ്രെഡിക്കേറ്റ് ലോജിക്ക് വെച്ചാണ് പ്രൊലോഗ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ ലോജിക്കലാണിത്. അപ്പം നോൺ ലോജിക്കൽ സംഗതികളെയും ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് അത് അത്ര താല്പര്യമില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ പ്രോഗ്രാമിംഗ് എങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ദെൻ പീപ്പിൾ ടെൻ ടു ബി മോർ മൾട്ടിലിംഗ്വൽ then the word chooses then would choose whichever language suited the problem rather than trying to fit the problem with the abstractions. അപ്പോൾ ഇതിനെ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാലാണ് ഈ മൾട്ടിലിംഗ്വൽ
പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ അതിനെ whichever language is suitable for the problem, ആ പ്രോബ്ലത്തിന് സ്യൂട്ടബിൾ ആവുന്ന ലാംഗ്വേജ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുകയാണ് നല്ലത്. അല്ലാതെ ഏതെങ്കിലും ഒരു അബ്സ്ട്രാക്ഷനിലേക്ക് ആ പ്രോബ്ലത്തിനെ കൊണ്ടുവരികയല്ല. അറ്റ് എ ഡീപ്പർ ലെവൽ, all languages tend to be based on some combination of the four main probably equivalent machine models. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോയാൽ all language tend to be based on some combination of the four main. അപ്പോൾ 4 ഡിഫറെൻറ്റ് മെഷീൻ മോഡൽസിൽ ഒരു കോമ്പിനേഷൻ ആയിട്ടായിരിക്കും ഇത് ഉപയോഗിക്കപ്പെടുക. ഒന്ന്, ട്യൂണിംഗ് മെഷീൻസ്, പോസ്റ്റ് പ്രൊഡക്ഷൻ സിസ്റ്റംസ്, രജിസ്റ്റർ മെഷീൻസ് ആൻഡ് ലംബാഡ കാൽക്കുലസ്. ഈ 4 ഡിഫറെൻറ്റ് മെഷീൻ മോഡൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും ചെയ്തിരിക്കുന്നത്. എ കോമൺ പ്രൊസീജിയറൽ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസ് ആർ മെയിൻലി ബേസ്ഡ് ഓൺ രജിസ്റ്റർ മെക്കാനിസം. അപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊസീജിയറൽ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് രജിസ്റ്റർ മെക്കാനിസത്തിലുള്ളതാണ്. Then parser generators and forward chaining rule engines map closely to the production system. മനസ്സിലായില്ലേ? ഒരു പാഴ്സർ ജനറേറ്റ് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ ഫോർവേഡ് ചെയിനിങ് ചെയ്യപ്പെടുന്നതോ എല്ലാം പ്രൊഡക്ഷൻ സിസ്റ്റത്തിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഫങ്ഷണൽ ലാംഗ്വേജ് ലൈക്ക് ഹസ്കൽ, നമ്മളിപ്പോൾ പുതിയതായിട്ട് കേട്ടിട്ടുള്ള ഒരു സാധനമാണ് ഹസ്കൽ. ഹസ്കൽ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ലംബാഡ കാൽക്കുലസ് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. So, it is important to learn and understand the basic abstractions of whatever language you intended to use on a regular basis. This will help in formulating solutions that don't go against the grain and likely help with efficiency. അപ്പോൾ നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണം എന്നുള്ളത് അതിൻ്റെ ബേസിക് എന്താണ് അണ്ടർലൈൻ അബ്സ്ട്രാക്ഷൻസ് മനസ്സിലാക്കിയിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള റെഫറൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറേ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ കിട്ടും. സോ താങ്ക് യു. I will post the 5th module in 2 days time. Okay, thank you.